ഓക്കെ, അപ്പോൾ സോളിഡ് സ്ഫിയർ ആണെങ്കിലുള്ള പ്രത്യേകത അതിൻ്റെ സർഫസിലായിരിക്കും ചാർജസ് ഉണ്ടാവുക. ദെൻ നോൺ കണ്ടക്റ്റിംഗ് സോളിഡ് സ്ഫിയറിൽ ഞാൻ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ, അതായത് ചാർജ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ എ സോളിഡ് നോൺ കണ്ടക്റ്റിംഗ് സ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്താണ്? അവിടെ ചാർജിന് എന്ത് ചെയ്യാൻ പറ്റും? ഇറ്റ് ക്യാൻ റിസൈഡ് ആസ് വെൽ ആസ് ഇൻസൈഡ്. ഓക്കെ, നോട്ട് ഓൺലി ഓൺ ദ സർഫസ്, ഓൾസോ ഇൻസൈഡിലും എന്തുണ്ടാവും? ചാർജ് ഉണ്ടാവും. സോ ഇതാണ് ബേസിക്കലി കണ്ടക്റ്റിംഗ് എന്നും നോൺ കണ്ടക്റ്റിംഗ് എന്നും തരുന്നതിൻ്റെ ഉദ്ദേശം. ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് കണ്ടക്റ്റിംഗ് എന്നോ നോൺ കണ്ടക്റ്റിംഗ് എന്നോ ക്വസ്റ്റ്യനിൽ വരാം. അപ്പോൾ സോളിഡ് സ്ഫിയർ ആണ്, കണ്ടക്റ്റിംഗ് ആണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും, നോൺ കണ്ടക്റ്റിംഗ് ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ചാർജ് എടുക്കുന്ന സമയത്ത് ഇവിടെ എന്തെടുക്കും? ഇത് സോളിഡ് കണ്ടക്റ്റിംഗ് ആണെങ്കിൽ, സോ കണ്ടക്റ്റിംഗ് ആണെങ്കിൽ അതിനകത്ത് ചാർജ് എവിടെ മാത്രമേ ഉള്ളൂ? ഓൺലി ഓൺ ദ സർഫസ്. അപ്പോൾ നമ്മൾ ഇത് എന്തുകൊണ്ട് ഡീൽ ചെയ്താൽ മതിയാവും? ഒരു സർഫസ് ചാർജ് ഡെൻസിറ്റി കൊണ്ട് ഡീൽ ചെയ്താൽ മതിയാവും. ഓക്കെ, ദെൻ ഇവിടെ നമുക്കത് പറ്റില്ല, ഇവിടെ നമുക്ക് റോ തന്നെ വേണം. ദാറ്റ് ഈസ് വി നീഡ് എ വോളിയം ചാർജ് ഡെൻസിറ്റി. ഓക്കെ, ഇതാണ് ബേസിക്കലി ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് മെറ്റാലിക് ഒരു ഷെൽ, ഓക്കെ, ഷെൽ എന്ന് പറഞ്ഞു, ഷെൽ ഓർ ഹോളോസ്ഫിയർ എന്നെടുത്തു കഴിഞ്ഞാൽ, ഹോളോസ്ഫിയർ എന്നെടുത്തു കഴിഞ്ഞാൽ നമുക്ക് സേ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഹോളോസ്ഫിയർ ഒരെണ്ണം കൂടെ അഡീഷണൽ വരയ്ക്കുന്നത് അകത്തില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതായത് ഈ പാർട്ട് മാത്രമുള്ള ഒരു സാധനം. സേ അതിൻ്റെ തിക്നെസ് 0 ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു കേസാണെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഹോളോ സ്ഫിയർ എന്ന് പറയുന്നത്. ഈ ഹോളോ സ്ഫിയറിൻ്റെ കേസിൽ എന്തൊക്കെ വരാം? ഇറ്റ് ക്യാൻ ബി കണ്ടക്റ്റിംഗ് ഓർ നോൺ കണ്ടക്റ്റിംഗ്. പക്ഷേ നമ്മൾ അതിനെ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യേണ്ട കാര്യമില്ല. പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഇതിനെന്ത് മാത്രമേ ഉള്ളൂ? ഒരു സർഫസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താ? ഷെല്ലായതുകൊണ്ട് തന്നെ അതിൻ്റെ സർഫസിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? ചാർജസ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ സർഫസിൽ മാത്രം ആയതുകൊണ്ട് നമുക്ക് ഇത് രണ്ടും ഒരു ഈ രണ്ട് പേരും എന്ത് വരും? ഒരു കോമൺ ക്ലാസ്സിലായിരിക്കും വരിക. അതായത് ഷെൽ, ഓക്കെ, അത് ഇതിനകത്ത് രണ്ട് കേസ് വരാം, കണ്ടക്റ്റിംഗ് അല്ലെങ്കിൽ നോൺ കണ്ടക്റ്റിംഗ്. ഓക്കെ, നോൺ കണ്ടക്റ്റിംഗ്. ദെൻ സോളിഡ് മെറ്റൽ സ്ഫിയർ, മെറ്റൽ ഓർ കണ്ടക്റ്റിംഗ്. ഓക്കെ, സോളിഡ് സ്ഫിയറിൻ്റെ കേസിൽ മെറ്റൽ. ഇവർ ഇത്രയും പേരും ഒരൊറ്റ ഡെറിവേഷനാണ് വരിക. ആസ് എ ഡെറിവേഷൻ ചിന്തിച്ചാൽ ഇതെല്ലാം ഒന്നാണ്. കാരണം ചാർജ് ഇതിൽ 3 കേസിലും ചാർജ് റിസൈഡ് ചെയ്യുന്നത് ഒരു കോമൺ രീതിയിലാണ്, സർഫസിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഹോളോസ്ഫിയർ എന്ന് പറയുന്ന കേസ് പഠിക്കുമ്പോൾ ആക്ച്വലി അതിൻ്റെ കൂടെ പഠിക്കുന്നത് കണ്ടക്റ്റിംഗ് സോളിഡ് സ്ഫിയർ കൂടിയാണ്. ഓക്കെ, അല്ലെങ്കിൽ അതെ, ഹോളോസ്ഫിയർ പഠിക്കുമ്പോൾ നമ്മൾ ആക്ച്വലി അതിനകത്ത് 2 എണ്ണം ഉണ്ട്, പ്ലസ് സോളിഡ് സ്ഫിയറിൻ്റെ കണ്ടക്റ്റിംഗ് സോളിഡ് സ്ഫിയറും കൂടെ ചേർത്തിട്ടാണ് പഠിക്കാമെന്ന് വേണേൽ പറയാം. അതിന് രണ്ടിനും സെപ്പറേറ്റ് ഒരു ഡെറിവേഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്കത് നോക്കാം. ഫീൽഡ് ഡ്യൂ ടു എ ഹോളോസ്ഫിയർ ഓർ സോളിഡ് കണ്ടക്റ്റിംഗ് സ്ഫിയർ. Field due to a hollow sphere or a conducting sphere. Okay, അപ്പം അതിൻ്റെ റേഡിയസ് ഈക്വൽ ടു R. ഓക്കെ, ഇത് നിങ്ങൾ അറിയാമെങ്കിൽ പെട്ടെന്ന് ചെയ്തോളൂ, കാരണം +2 നിങ്ങൾ പഠിക്കുന്നതാണ്, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിതിനകത്ത് ചെയ്യുന്ന എന്താണ്? ആദ്യം ആ സ്ഫിയർ കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ സ്ഫിയറിൻ്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി വി കോൾ ഇറ്റ് ആസ് സിഗ്മ. ദാറ്റ് സിഗ്മ ഈസ് ഈക്വൽ ടു വി നോ ദാറ്റ് ഈസ് Q ആണ് അതിനകത്തെ ടോട്ടൽ ചാർജ് എന്നുണ്ടെങ്കിൽ Q/4πr² ആയിരിക്കും നമുക്കറിയാം, ബിക്കോസ് R ഈസ് ദ റേഡിയസ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ സർഫസിൽ മാത്രമേ ഉള്ളൂ ചാർജ്, അത് മറക്കരുത്. ഓക്കെ, സർഫസിൽ മാത്രമേ ചാർജസ് ഉള്ളൂ. നൗ ഇനി എന്താണ് നമ്മൾ ചെയ്യുക? ഇതിന് ചുറ്റും ഒരു ഗോസിയൻ സർഫസ് എടുക്കണം. സോ വി ഡ്രോ എ ഗോസിയൻ സർഫസ്. ഓക്കെ, ലെറ്റ് ദിസ് ബി മൈ ക്ലോസ്ഡ് ഗോസിയൻ സർഫസ് സെൻറ്റേഡ് അറ്റ് ദിസ് പോയിന്റ് ഇറ്റ് സെൽഫ്. ഓക്കെ, ഇനി അങ്ങനെ ഗോസിയൻ സർഫസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഗോസിയൻ സർഫസിലെ ഒരു എലമെൻ്റ് എടുക്കുക. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ്? അവിടുത്തെ E.ds കാൽക്കുലേറ്റ് ചെയ്യണം. അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം എന്താണ്? E അതുപോലെ തന്നെ നിർത്തുക. ദെൻ ഇവിടെ നിന്ന് ഇത് സ്മോളർ റേഡിയസ് ഉള്ള ഒരു സ്ഫിയർ ആണെന്ന് വിചാരിക്കാം. സോ അത് ഇവിടെ എന്തുണ്ട്? ഒരു സർഫസ് ഉണ്ട്. ഈ സർഫസ് എന്ന് പറയുന്നത് DS ആണ്. ക്ലോസ്ഡ് ആയതുകൊണ്ട് അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എങ്ങോട്ടായിരിക്കും? ഔട്ട്വേർഡ് ആയിരിക്കും. ഇനി ഈ പോയിന്റിലെ ഫീൽഡ് എങ്ങോട്ടായിരിക്കും? ഈ പോയിന്റിലെ ഫീൽഡിൻ്റെ ഡയറക്ഷനും എങ്ങോട്ട് തന്നെയാണ്? ഇതേപോലെ റേഡിയലി ഔട്ട്വേർഡ് ആയിരിക്കും, ബിക്കോസ് ദേ ആർ പാരലൽ. സോ E.dsനകത്തെ തീറ്റ ഈസ് ഈക്വൽ ടു നിങ്ങൾക്ക് എന്ത് കിട്ടും? തീറ്റ. ഇത് ആക്ച്വലി
ഇവിടുത്തെ ഇപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നുന്നുണ്ടാവും, അതായത് ഈ ഡി എസ് എന്ന് പറയുന്ന ഇവിടുത്തെ ഫീൽഡ്, ഓക്കെ, ഈ ഡി എസ് എടുക്കുന്നു, അവിടുത്തെ ഡി എസ് എങ്ങനെയാണ്, ഡി എസിൻ്റെ ഡയറക്ഷൻ കിട്ടിയാൽ മനസ്സിലായി. കാരണം അതെന്താണ്, ഒരു സ്ഫിയറാണ്. സ്ഫിയറിൻ്റെ സർഫസിൽ ഞാനൊരു എപ്പോഴും ഔട്ട്വേർഡായിട്ട് എടുക്കണം. സർഫസിന് നോർമൽ ആവണമെന്ന് വെച്ചാൽ എക്സാക്ട്ലി റേഡിയൽ ആയിരിക്കും ഓരോ സ്ഥലത്തെയും ഏരിയയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത്, അതിനകത്ത് ഡൗട്ടില്ല. ദെൻ വൈ ദ ഫീൽഡ് ഈസ് റേഡിയൽ. ഓക്കെ, ഇ എന്ന് പറയുന്ന സാധനവും റേഡിയലായിട്ട് നമുക്ക് കിട്ടും. ഇത് ആക്ച്വലി എവിടെ നിന്ന് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരു സ്ഫിയർ വെച്ചിട്ട്, ഓക്കെ, ഒരു സ്ഫിയർ കാരണമുള്ള ഈ ഇവിടെ ഏതെങ്കിലും ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. എങ്ങനെ, എന്ത് യൂസ് ചെയ്തിട്ട്? നമുക്ക് നമ്മുടെ എന്താ പേര്, നമ്മൾ നേരത്തെ ചെയ്തല്ലോ, വെറും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ, നമ്മുടെ റോഡീട്ടോ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുന്ന ആ പ്രോബ്ലത്തിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാവും ഇവിടുത്തെ ഫീൽഡിൻ്റെ ഡയറക്ഷൻ നോർമലാണ്. അപ്പോൾ ഇവിടുത്തെ ഡയറക്ഷനും എന്തായിരിക്കും, അതേപോലെ തന്നെ നോർമലാണ്. സോ we got it as E dot ds, that means theta is equal to 0. അപ്പം ഇ ഡി എസ് കോസ് തീറ്റ എന്ന് പറയുന്നത് എന്താവും, വെറും ഇ ഡി എസ് ആയിട്ട് മാറും. ഓക്കെ, ഇനി എനിക്ക് എന്ത് ചെയ്യണം, ഞാൻ ടോട്ടലാണ് എനിക്ക് വേണ്ടുന്നത്. സോ ഐ ഹാവ് ടു ഇൻ്റഗ്രേറ്റ് ഇറ്റ്. സോ ടോട്ടൽ ഇൻ്റഗ്രൽ എടുക്കുന്നു. അപ്പം ഇയും ഡി എസും ആക്ച്വലി സെപ്പറേറ്റ് അല്ലായിരുന്നു, അതായത് ദേ ആർ കണക്റ്റഡ് യൂസിങ് എ ഡോട്ട്. നമ്മൾ ആ കണക്ട് യൂസിങ് എ ഡോട്ടിനെയാണ് ഞാൻ എടുത്ത് എന്ത് ചെയ്തത്, പുറത്താക്കിയത്. ദാറ്റ് മീൻസ് എന്ത് ചെയ്തു, അതിനെ വളരെ ഈസി ആയിട്ട് ഇതെടുത്തു. എന്ത്, ഈ ഡി എസ് എന്ന് പറയുന്ന കോസ് തീറ്റ കൊടുക്കുന്ന സമയത്താണ് എനിക്കിതിനെ എടുത്ത് പുറത്താക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ എടുത്ത് പുറത്തിട്ടു. സോ ഇ ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എസ് ഇ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു 4π. ശ്രദ്ധിക്കുക, ഇതേതാണ് നമ്മൾ ഗോസിയൻ സർഫസിലൂടെയുള്ളതാണ്. സോ ദാറ്റ് ഈസ് ദ ക്യാപിറ്റൽ ആർ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു എന്താണെന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഇറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. സോ എനിക്കിവിടെ എന്ത് ചെയ്യാം, ക്യൂ ഡിവൈഡഡ് ബൈ ഇതിനകത്ത് എൻക്ലോസ് ചെയ്തിരിക്കുന്ന ചാർജ് എത്രയാണ്, ദാറ്റ് ഈസ് 1/ε0 ടൈംസ് സിഗ്മ ഇൻറ്റു 4π ആർ സ്ക്വയർ എന്നെനിക്ക് കൊടുക്കാം. ഒന്നുകിൽ നിങ്ങൾക്കിതിനെ ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഓക്കെ, 2-3 രീതിയിൽ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഒന്നുകിൽ എന്ത് ചെയ്യാം, ഇതിനെ എന്തെഴുതാം, 1/ε0 സിഗ്മ ഇൻറ്റു 4π ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ക്യൂ ആണ്. സോ ഇ ഇൻറ്റു 4π ആർ സ്ക്വയർ എന്ന് കിട്ടും. So this is equal to, therefore E is equal to 1/4πε0 Q by R square എന്നെനിക്ക് എഴുതാം. സോ ദിസ് ഈസ് ദ ഫീൽഡ്. വേണമെങ്കിൽ സിഗ്മയുടെ ടൈംസിൽ നിങ്ങൾക്ക് ആൻസർ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ 4π ക്യാൻസൽ ചെയ്തിട്ട് E is equal to 1/ε0 ടൈംസ് സിഗ്മ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്നുള്ള ഫോമിലേക്ക് വേണമെങ്കിലും എഴുതാൻ പറ്റും. ഓക്കെ, അപ്പം ഇതിന് ആക്ച്വലി യൂസ് ഉണ്ട്, അതെന്താണെന്ന് പറയാം. അപ്പം ഇനി നമുക്ക് ഇവിടെ വെച്ച് എന്തായി, ദിസ് ഈസ് ദ ഫീൽഡ് അറ്റ് എ ഡിസ്റ്റൻസ് ആർ. അപ്പോൾ ഇനി ഇവിടെ കേസൊക്കെ ഉണ്ട്, ഞാനത് സെപ്പറേറ്റ് എഴുതിയില്ല. എന്താണ്, ആർ ഈസ് ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ ആർ, അതായത് പോയിൻ്റ് ഔട്ട്സൈഡ് ആണ്. ഓക്കെ, അതായത് ഒരു സോളിഡ് conducting sphere or a hollow sphere with charge density sigma, a uniform charge density sigma, the field at a distance r from the center where r is greater than r, that means the outside point, the field is given as E is equal to 1/4πε0 Q by r square. ഓക്കെ, അതായത് ഒരു പോയിന്റ് ചാർജ് ഇരിക്കുന്നതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഫീൽഡ് തന്നെയാണ് എനിക്ക് കിട്ടുക. ഓക്കെ, ആൻഡ് നമ്മൾ മാസിൻ്റെ കേസിൽ പറഞ്ഞതുപോലെ നമ്മൾ ഇപ്പം നമുക്കറിയാം, ഒരു സിംഗിൾ മാസ് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ എന്തേ എടുക്കുള്ളൂ, സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, എ കൈൻഡ് ഓഫ് സെൻറ്റർ ഓഫ് മാസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എടുക്കുന്ന പോലെയാണ്. അതേപോലെ തന്നെയാണ് ഇവിടെ നിന്നും വരിക. നമ്മൾ സർഫസിൽ നിന്നൊക്കെയുള്ള ഡിസ്റ്റൻസ് ഡിഫറൻ്റ് ആണെങ്കിലും സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എടുത്തിട്ടാണ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഓൺ ദ സർഫസ് നമുക്ക് ചെയ്യാം. ഓൺ സർഫസിലെത്തുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക, ഇവിടെ വരുമ്പോഴാണ് നമുക്ക് ഈ രണ്ടാമത്തെ റിസൾട്ടിൻ്റെ ആവശ്യം. സർഫസിലെത്തുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ എന്ത് ചെയ്യാം, രണ്ട് സ്ഫിയറും സെയിം ആവും. ഏത്, 4πr² എന്ന് പറയുന്ന സ്ഫിയറും ഇത് രണ്ടും സെയിം ആക്കാം. ഇല്ലെങ്കിൽ സിമ്പിളായിട്ട് എന്താണ്, സർഫസിലെത്തുക എന്ന് പറഞ്ഞാൽ r ഈസ് ഈക്വൽ ടു r ആണ്. ഈ കണ്ടീഷൻ അങ്ങ് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എന്താവും, E ഈസ് ഈക്വൽ ടു 1/4πε0 Q ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ R സ്ക്വയർ വെയർ r ഈസ് ദ റേഡിയസ് ഓഫ് ദ സ്ഫിയർ. ഓക്കെ, ദെൻ ഇല്ലെങ്കിൽ നമ്മുടെ ഈ ഫോം നോക്കുക, E ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ് സിഗ്മ ഇൻറ്റു R സ്ക്വയർ ബൈ R സ്ക്വയർ എന്ന് പറയുന്ന ഫോമായിരുന്നു. അപ്പോൾ ഇത് എന്താവും, 1 ആവും. ദാറ്റ് ഈസ് സിഗ്മ ബൈ
എപ്സിലോൺ 0 എന്ന് കിട്ടും. ഇത് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് ഓൺ ദ സർഫസ്. ഓക്കെ, അത് എന്താണെന്നുള്ളത് നമ്മൾ പിന്നീട് അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് പഠിക്കും. ഓക്കെ, അപ്പം ഒരു സർഫസിലെ ഫീൽഡിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു കണ്ടക്ടറിൻ്റെ സർഫസിലെ ഫീൽഡ് പഠിക്കുന്ന സമയത്ത് ഈ ടേം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയത് എന്താണ്? ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ സിഗ്മ. ഓക്കെ, അതായത് നിങ്ങളുടെ സ്ഫിയർ എത്ര വലുതായിക്കോട്ടെ, ഓക്കെ, വലിപ്പം കൂടുന്നതനുസരിച്ച് ചാർജ്, അതായത് എത്ര വലുതായാലും സിഗ്മ ഒരേപോലെ ആണെങ്കിൽ നിങ്ങൾക്ക് സർഫസിൽ കിട്ടുന്ന ഫീൽഡ് എന്ന് പറയുന്നത് എപ്പോഴും ആ സ്ഫിയറിൻ്റെ സർഫസിലെ ഫീൽഡ് എന്ന് പറയുന്നത് സിഗ്മ ബൈ എപ്സിലോൺ 0 ആയിരിക്കും. ദാറ്റ് ഈസ് ഔട്ട്വേർഡ് ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, സോ ഇതാണ് നമ്മൾ പറയുന്ന ഓൺ ദ സ്ഫിയർ. ഇനി ഇൻസൈഡ് സ്ഫിയർ ഉണ്ട്. ഇൻസൈഡ് ആണെങ്കിൽ r ലെസ് ദാൻ r ആണ്. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ അറിയാം. r ലെസ് ദാൻ r ആകുമ്പോൾ എന്ത് സംഭവിക്കും? ഇതാണ് നമ്മളുടെ ആക്ച്വൽ സ്ഫിയർ. ഓക്കെ, അതിൻ്റെ റേഡിയസ് r ലെസ് ദാൻ r ആയതുകൊണ്ട് ഞാൻ ഇൻസൈഡ് ഒരു സ്ഫിയർ ഉണ്ടാക്കുന്നു. ദാറ്റ് ഈസ് സ്മോൾ r. ഓക്കെ, അങ്ങനെ സ്മോൾ r എടുത്തു കഴിഞ്ഞാൽ ഗോസിയൻ സർഫസ് ആണ്. ഗോസിയൻ സർഫസ് ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് ഇൻ്റഗ്രൽ E.ds കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതെന്ത് കിട്ടും? ദാറ്റ് ഈസ് E ഇൻറ്റു 4πr² എന്ന് കിട്ടും. പക്ഷേ റൈറ്റ് സൈഡിൽ 1/ε0 Q എൻക്ലോസ്ഡ് ആണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു മെറ്റാലിക് കണ്ടക്ടർ ആയതുകൊണ്ട്, അല്ലെങ്കിൽ മെറ്റാലിക് സ്ഫിയർ ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു സ്പെറിക്കൽ ഷെൽ ആയതുകൊണ്ട് ദർ ഈസ് നോ ഇൻസൈഡ് ചാർജ്. സോ Q എൻക്ലോസ്ഡ് 0 ആവും. സോ ദ ഫീൽഡ് ഇൻസൈഡ് ഈസ് 0. അപ്പോൾ E ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ നിന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഒന്ന്, നിങ്ങളൊരു സോളിഡ് മെറ്റാലിക് സർഫസ് ആണെങ്കിൽ, അല്ലെങ്കിൽ മെറ്റാലിക് സ്ഫിയർ ആണെങ്കിൽ, സോളിഡ് മെറ്റാലിക് സ്ഫിയർ ആണെങ്കിൽ അതിൻ്റെ ഇൻസൈഡ് ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? 0 ആയിരിക്കും. അതേപോലെ തന്നെ അതിൻ്റെ റീസൺ ആക്ച്വലി ചാർജ് 0 ആയതുകൊണ്ടാണ്. അതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് നമ്മൾ പിന്നെ പഠിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് മനസ്സിലായത്. അതേപോലെ എന്താണ്, ഒരു ഷെല്ലാണെങ്കിലും, സാധാ ഷെല്ലാണെങ്കിലും അകത്തെന്തില്ല, അകത്ത് E ഈസ് ഈക്വൽ ടു 0, ദെൻ Q ഈസ് ഈക്വൽ ടു 0. ഇത് രണ്ട് കേസിലും സെയിം ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് പറയാനുള്ളൂ. ഇറ്റ് ഈസ് വെരി ഈസി. ഓക്കെ, ഞാൻ +2 പഠിച്ച അതേപോലെ തന്നെയാണ് നമ്മളിവിടെ ചെയ്തു പോകുന്നത്. ആക്ച്വലി ഡിഫറൻസ് വരുന്നത് ഏതാണ്, നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മാത്രമേ ആക്ച്വലി അഡീഷണൽ നമ്മൾ എന്തെങ്കിലും പഠിച്ചുള്ളൂ എന്ന് പറയാം. ഇതുവരെ ഉള്ളതിൽ ഗോസസ് ലോയുടെ ആപ്ലിക്കേഷനൊക്കെ സെയിം ആണ്. ഒരു ഇൻ്റഗ്രേഷൻ വന്നെങ്കിലും നമുക്ക് വരുന്നതും ചെയ്യുന്നതും എല്ലാം സിമെട്രി ഉള്ള കേസുകൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു സ്ഫെറിക്കൽ സിമെട്രി ഉള്ളതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഒരു സ്ഫിയർ വരച്ചിട്ട് ചെയ്തത്. ഓക്കെ, ഫൈൻ. ഇനി അടുത്തത് നൗ ഇൻഫൈനൈറ്റ് ഷീറ്റ് ഓഫ് ചാർജ്, അതെ, അത് ചെയ്തിട്ട് അപ്പോൾ ഇതിൻ്റെ ഫീൽഡ് ഇപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ വരയ്ക്കാൻ പറയാറുണ്ട്. ഇതിൻ്റെ ഫീൽഡ് നിങ്ങളടുത്ത് വരയ്ക്കാൻ പറയുന്നു. സോളിഡ് സ്ഫിയർ ഓഫ് റേഡിയസ് r. ഓക്കെ, ഇതിൻ്റെ ഫീൽഡ് വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ വരയ്ക്കും? സേ ദിസ് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം സെൻറ്റർ ആൻഡ് ദിസ് ഈസ് E. ഓക്കെ, ഇതാണ് E എന്നുണ്ടെങ്കിൽ എങ്ങനെ വരയ്ക്കും? ഇത് r, ഇത് നമ്മൾ -r എന്ന് മാർക്ക് ചെയ്യും. രണ്ട് സൈഡിലോട്ടും വരയ്ക്കണമെന്നില്ല, ചിലപ്പോൾ അങ്ങനെ വരച്ചുള്ള ഫിഗറും കാണാറുണ്ട്. അപ്പോൾ ഇവിടെയാണ് എന്തുള്ളത്, മാക്സിമം ഉള്ളത്. ദാറ്റ് ഈസ് സിഗ്മ ബൈ എപ്സിലോൺ 0. പിന്നെ അങ്ങോട്ട് ചെല്ലുമ്പോൾ എന്ത് ചെയ്യും, ഇത് കുറഞ്ഞു വരും. സോ ദിസ് ഈസ് സംതിങ്, അതായത് 1/r² ഡിപ്പെൻഡൻസിൽ കുറഞ്ഞുകൊണ്ടിരിക്കും. അകത്തെ ഫീൽഡ് 0. ഇങ്ങനെ ഒരു ഫിഗർ ആയിരിക്കും വരിക. അതേപോലെ ലെഫ്റ്റിലേക്ക് വന്നാലും എങ്ങനെയായിരിക്കും, ഇത് ഇങ്ങനെ വരും. സോ ഇങ്ങനെ ഒരു ഫിഗർ. ഇത് വേറൊരു രീതിയിൽ കൂടി വരയ്ക്കാറുണ്ട്. ഒരു സ്ഫിയറും കൂടെ വെച്ചിട്ട് വേണമെങ്കിൽ വരയ്ക്കാം. സോ ഇതാണ് നമ്മുടെ സ്ഫിയർ എന്ന് വിചാരിക്കുക. സോ സംടൈംസ് വി ഡ്രോ ലൈക്ക് ദിസ്. ഇങ്ങനെയുള്ള ഫിഗറും കാണാം. അപ്പം ഇവിടെ സർഫസിലെത്തുമ്പോൾ മാത്രം എന്തുണ്ട്, ഒരു ഫീൽഡുണ്ട്. ഒന്ന് കുറഞ്ഞു പോകുന്നു. ദെൻ ഇവിടെ നിന്നും കുറഞ്ഞു പോകും. അപ്പം ഇങ്ങനെയും ഇത് വരയ്ക്കാറുണ്ട്. ഓക്കെ, ഇത് നമ്മുടെ റേഡിയസ് ആണ്. ഇതെന്ന് പറഞ്ഞത്, ഈ ആക്സിസ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ആണ്, അല്ലെങ്കിൽ ഇതിനെ r എന്ന് വിളിക്കാം. ഓക്കെ, ഇത് ആക്ച്വലി r ആണ്. ആൻഡ് ദിസ് ഈ മാർക്കിംഗ് എന്ന് പറയുന്നത് അപ്പം ക്യാപിറ്റൽ R, ഈ മാർക്കിങ്ങും ക്യാപിറ്റൽ R. ദെൻ ഈ ഡയറക്ഷൻ, അതിൻ്റെ y ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ഒരു സോളിഡ് സ്ഫിയറിൻ്റെ കേസിൽ, സോളിഡ് നോൺ കണ്ടക്റ്റിംഗ് സ്ഫിയർ, ഓക്കെ, സോളിഡ് നോൺ കണ്ടക്റ്റിംഗ് സ്ഫിയർ. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നോൺ കണ്ടക്റ്റിംഗ് സ്ഫിയർ ഓഫ് കുറേ സെൻറ്റൻസുകളുണ്ട്. എന്താണ്, യൂണിഫോം ചാർജ് ഡെൻസിറ്റി
റോ. ഓക്കെ, അപ്പോൾ നമുക്കൊരു സ്ഫിയർ ഉണ്ട്. സ്ഫിയറിൻ്റെ അകത്തും പുറത്തും എല്ലാം എന്തുണ്ട്? സർഫസിൽ മാത്രമല്ല, സർഫസിന് ഇൻസൈഡും എന്തുണ്ട്? ചാർജ് ഉണ്ട്. ചാർജ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻസൈഡ് ഓൾസോ. ഓക്കെ, അകത്തും കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് കാരണമുള്ള ഫീൽഡ് എന്താ? അപ്പോൾ ഇതിൻ്റെ റോ ആണെന്ത്? ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഇതിൻ്റെ ഔട്ട്സൈഡ് രണ്ട് കേസ്. ആദ്യത്തെ കേസ് ആർ ഈസ് ഗ്രേറ്റർ ദാൻ ആർ എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് കേസിൽ നിങ്ങൾക്ക് എളുപ്പമാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒരു ഗോസിയൻ സർഫസ് എടുക്കുക. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാണ്. ഒരു ഗോസിയൻ സർഫസ് എടുക്കുക. എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇവിടുത്തെ ഫീൽഡ് നേരത്തെ പോലെ തന്നെ ഉള്ളൂ. കാൽക്കുലേറ്റ് ചെയ്യാം. കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻ്റഗ്രൽ E.ds ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ചാർജ് എൻക്ലോസ്ഡ് Q. ഓക്കെ, അപ്പോൾ E.ds എന്ന് പറയുന്നത് E × 4πr² എന്നാവും, വിച്ച് ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ചാർജ് എൻക്ലോസ്ഡ് എത്രയാണ്? നിങ്ങൾക്ക് അത് വീണ്ടും നിങ്ങൾക്ക് രണ്ട് രീതിയിൽ എഴുതാം. എയ്തർ ഡിപ്പെൻഡിങ് ഓൺ ആർ നിങ്ങൾക്ക് എന്താ റോയുടെ ടേംസിൽ എഴുതാം, ഇല്ലെങ്കിൽ എന്തെഴുതാം? ടോട്ടൽ ചാർജ് എന്ന് പറയുമ്പം ഇതിനകത്തുള്ള ചാർജ് റോ ആണ് ചാർജ് ഡെൻസിറ്റി എന്നുണ്ടെങ്കിൽ Q എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? Q ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു അതിൻ്റെ വോളിയം, ദാറ്റ് ഈസ് 4/3πr³. ഓക്കെ, ഒന്നുകിൽ Qന് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ Q എന്ന് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ തൽക്കാലം സിംപ്ലിസിറ്റിക്ക് സിമ്പിൾ എക്സ്പ്രഷൻ ഇതാണ്. സോ 1/4πε0 Q/r². ഈ കേസിൽ അതായത് ഔട്ട്സൈഡ് ഫീൽഡ് നേരത്തെ പോലെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഇനി വാട്ട് ഈസ് ഓൺ ദ സർഫസ്? സോ സർഫസിൽ നിങ്ങൾക്ക് കിട്ടുന്നത് E ഈസ് ഈക്വൽ ടു, ഓക്കെ, ഓൺ ദ സർഫസ് R ഈക്വൽ ടു R ആണ്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് E ഈസ് ഈക്വൽ ടു 1/4πε0 Q ഡിവൈഡഡ് ബൈ R² എന്ന് കിട്ടും. അപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് ഫീൽഡാണ് കിട്ടിയത്. കാരണം സർഫസിൽ എല്ലായിടത്തും ഒരേ ഫീൽഡായിരിക്കും. അല്ലെങ്കിൽ തന്നെ അത് സിമ്പിളാണ്, എല്ലാം ഒരേ ഡിസ്റ്റൻസിലുള്ള പോയിൻ്റാണ്, അപ്പോഴും സെയിം ആയിട്ട് തന്നെ വരും. ഇനി ഇതിനെ നിങ്ങൾക്ക് എന്തിൻ്റെ ടൈംസിലേക്ക് എഴുതാം? ചാർജ് ഡെൻസിറ്റിയുടെ ടൈമിലേക്ക് എഴുതാം. എങ്ങനെ? 1/4πε0 1/r² ഇൻറ്റു Q എന്ന് പറഞ്ഞാൽ റോ ഇൻറ്റു 4/3πr³ ആണ്. സോ റോ ഇൻറ്റു 4/3πr³ എന്ന് എഴുതാം. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഒരു R² R³ കൂടെ ക്യാൻസലാവും, ഒരു 4πയും കൂടെ ക്യാൻസലാവും. സോ യു ഗെറ്റ് സം റോ R ബൈ 4ε0 അല്ല, റോ R ബൈ 3ε0 എന്നുള്ള ഫോമിലേക്ക് വേണമെങ്കിലും. ഇത് ശരിയാണോ എന്ന് നോക്കിയോണേ. ഓക്കെ, കറക്റ്റ് അല്ലേ? ദാറ്റ് ഈസ് 4/3πr³. 3 ഇവിടെ ഉണ്ട്, മേളിലൊരു R ഉണ്ട്. ഓക്കെ, ആറും 3യും ഓക്കെ, ε0 റോ. ഓക്കെ, അപ്പോൾ റോ R ബൈ 3ε0 എന്ന് കിട്ടും. ഓക്കെ, അപ്പം ഇതിനകത്ത് വലിയ പാടൊന്നുമില്ല, വെറുതെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോയാൽ മതി. അപ്പം ഇതുവരെ ഉള്ളതനുസരിച്ച് നമ്മുടെ ഗ്രാഫ് എങ്ങനെ വരും? ഏറ്റവും മാക്സിമം ഉണ്ടാവുന്നത് എവിടെയാണ്? ആറിലാണ്. സോ ആറിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കുറഞ്ഞു വരും. അപ്പോൾ ഇതാണ് നമ്മുടെ. ഇനി അകത്ത് എന്താണെന്നാണ് നമുക്കിനി നോക്കേണ്ടത്. അകത്ത് കണ്ടുപിടിക്കാൻ വേണ്ടി ഫോർ R ലെസ് ദാൻ R. ഓക്കെ, അപ്പോൾ പ്രോബ്ലം തരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, R ലെസ് ദാൻ R ഉണ്ടോ ഇല്ലയോ എന്ന്. ഇൻസൈഡ് പോയിൻ്റ് ആണെന്ന് പറഞ്ഞ് 0 എഴുതി വെക്കരുത്. തന്നിരിക്കുന്നത് എന്താണെന്ന് നോക്കണം. സോളിഡ് നോൺ കണ്ടക്റ്റിംഗ് ആണെങ്കിൽ, ഓക്കെ, അല്ലെങ്കിൽ സർഫസിലല്ല ഇൻസൈഡും കൂടെ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, നോൺ കണ്ടക്റ്റിംഗ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് നോട്ട് ചെയ്യണം? അകത്ത് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡ് നമ്മൾ വീണ്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, വളരെ ഈസിയാണ്. വരയ്ക്കുന്നു. ദെൻ ദിസ് ഈസ് മൈ സ്പിയർ ഓഫ് റേഡിയസ് R. ഇൻസൈഡ് സ്പിയർ കൺസ്ട്രക്ട് ചെയ്യുക. ഇൻസൈഡ് സ്പിയറിൻ്റെ കേസിൽ നിങ്ങൾക്ക് എന്ത് വരും? R ആണ്. അപ്പം ലെഫ്റ്റ് സൈഡ് എന്ത് വരും? E × 4πr² എന്ന് വരും. ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ വേണ്ട, ദാറ്റ് ഈസ് 1/ε0 ടൈംസ് ചാർജ് എൻക്ലോസ്ഡ് എന്നാണ് വരിക. ഓക്കെ, അപ്പോൾ ചാർജ് എൻക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ ഗോസിയൻ സർഫസിനകത്തുള്ളതാണ്. അപ്പോൾ ഗോസിയൻ സർഫസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ സ്ഫിയർ എന്ന് പറഞ്ഞാൽ പുറത്തെ വലിയ സ്ഫിയറാണ്. അകത്ത് നമ്മൾ വരച്ച ഗോസിയൻ സർഫസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഷെയ്ഡ് ചെയ്ത് കാണിക്കുന്നതാണ്. അപ്പോൾ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്നതിനകത്ത് എത്ര ചാർജ് ഉണ്ടെന്നാണ് അറിയേണ്ടത്. അപ്പോൾ ചാർജ് ഡെൻസിറ്റി റോ ആണെന്നുണ്ടെങ്കിൽ റോ ഇൻറ്റു ദാറ്റ് വോളിയം ആയിരിക്കും എന്ത് ഉള്ള ചാർജ്. അപ്പം വിച്ച് ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ചാർജ് എൻക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ റോ ഇൻറ്റു വോളിയം. സോ റോ ഇൻറ്റു എന്തിൻ്റെ വോളിയം? ഏതിനകത്ത് എൻക്ലോസ് ചെയ്തിരിക്കുന്നത്? ചെറുതിനകത്താണ്. അപ്പോൾ ചെറുതിൻ്റെ വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കും? 4/3π × R³ എന്ന് നമുക്ക് കിട്ടും.
Okay, so we got E into 4 pi r square is equal to 1 by epsilon 0 times rho 4 by 3 pi r cube. So ഇവിടെ ഒരു r square r cube ക്യാൻസൽ ആവും, 4 pi ക്യാൻസൽ ആവും. ദെൻ ബാക്കി എന്ത് വരും? E is equal to rho r by 3 epsilon 0 എന്ന് വരും. അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഹിയർ E is proportional to r എന്നെനിക്ക് മനസ്സിലാവും. ഇവിടെ സൈൻ ചേഞ്ച് ഒന്നുമില്ല, E is directly proportional to r എന്നാണ് എനിക്ക് കിട്ടിയത്. ദാറ്റ് മീൻസ് എനിക്ക് എങ്ങനെ വരയ്ക്കാം? നമ്മുടെ ഫിഗർ വരച്ചു കഴിഞ്ഞാൽ ഒരിടത്ത്, അതായത് വെൻ ആർ ഈസ് ഗ്രേറ്റർ ദാൻ ആർ ഇറ്റ്സ് ഡിപ്പെൻഡൻസ് ഈസ് എന്താണ്? ഇ ഡിപ്പെൻഡ്സ് ഓൺ 1 by r square ആൻഡ് ആർ ലെസ് ദാൻ ആർ റീജിയണിൽ ഇതെന്താണ്? ഇ ഈസ് പ്രൊപ്പോർഷണൽ ടു ആർ എന്ന് കിട്ടും. അപ്പോൾ ഇ ഈസ് പ്രൊപ്പോർഷണൽ ടു ആർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്ട്രേറ്റ് ലൈൻ ആണ്. സോ ഐ ക്യാൻ ഡ്രോ സംതിങ് ലൈക്ക് ദിസ്. അപ്പോൾ ഇവിടെ എന്തായി? ആറിലെത്തി മാക്സിമം, ദെൻ അതെന്ത് ചെയ്യും? ഇങ്ങനെ ഡീക്ക് ചെയ്യും. ഓക്കെ, ഇത് 1 by r square കർവാണ്. ഓക്കെ, അപ്പം ഇങ്ങനെ വരയ്ക്കാം. അതേപോലെ ലെഫ്റ്റിലേക്ക് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു -r കൊടുക്കുക. ദെൻ ഇങ്ങനെ ഇത് രണ്ട് സിമെട്രിക്, ഇത് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് സിമെട്രിക്കായിട്ട് വരയ്ക്കണം. വരച്ചപ്പോൾ അങ്ങനെ വന്നില്ല. ഓക്കെ, ഇതാണ് ഇത് E, ദിസ് ആക്സിസ് ഈസ് R. ഓക്കെ, ഇത്രയേ ഉള്ളൂ അതിൻ്റെ കേസിൽ. സേ ഇൻഫിനിറ്റ്ലി ലാർജ് ഷീറ്റ്. സോ നമ്മളിങ്ങനെയാണ് ഇമാജിൻ ചെയ്യുന്നത്. ഒരു ലാർജ് ഷീറ്റ് ഉണ്ട്, ഓക്കെ, ഓഫ് യൂണിഫോം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ സിഗ്മ. ദെൻ ഇതിനകത്തുനിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ ഈ പ്ലെയിൻ്റെ അറ്റ് എ ഡിസ്റ്റൻസ് ഉള്ളൊരു പോയിൻ്റ് ഉണ്ടെങ്കിൽ അവിടുത്തെ ഫീൽഡ് എന്താണെന്നാണ് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്തത്. ഓക്കെ, അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യും? ഐ കൺസ്ട്രക്ട് സംതിങ് കോൾഡ് എ ഗോസിയൻ പിൽ ബോക്സ് എന്ന് പറയുന്നൊരു സാധനം. നമ്മളിത് +2 പല രീതിയിൽ വരയ്ക്കാറുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമുക്ക് എല്ലാം വരയ്ക്കാം. ഓക്കെ, ശരി, ഇത് വരയ്ക്കുന്നതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല, എളുപ്പമാണ്. സോ ഇതിരിക്കുന്നത് സർഫസിന് മുകളിലേക്കാണ്, ഇതിരിക്കുന്നത് സർഫസിന് അപ്പുറത്തെ സൈഡിലാണ്. ഓക്കെ, ദാറ്റ് മീൻസ് ഇതാണ് നമ്മുടെ സർഫസ് എന്ന് പറയുന്നത്. വരച്ചാൽ ശരിയാവില്ല. അതായത് നേരെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ സർഫസിൻ്റെ ഒരു വേർട്ടിക്കലി നിൽക്കുകയാണെങ്കിൽ ബോക്സിൻ്റെ ഒരു പാർട്ട് ഇവിടെയും ബോക്സിൻ്റെ ഒരു പാർട്ട് ഇവിടെ ആയിരിക്കും. അതായത് ബോക്സ് കട്ട് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അതായത് ഇതാണ് എൻ്റെ സർഫസ് എന്നുണ്ടെങ്കിൽ ആ സർഫസാണ് ദേ ഈ അകത്തിരിക്കുന്ന ആൾ. ഓക്കെ, അതായത് ഇത്രയും ഭാഗം എവിടെയാണ്? ഇറ്റ് ഈസ് എൻക്ലോസ്ഡ് ഇൻസൈഡ് ദ ബോക്സ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഇനി ഇത് കാരണമുള്ള ഫീൽഡ് കണ്ടുപിടിക്കണം. അപ്പോൾ എൻ്റെ ഗോസിയൻ സർഫസ് ശരിയായി. ഗോസിയൻ സർഫസ് എടുത്തിരിക്കുന്നത് എൻ്റെ ലാർജ് ഷീറ്റിന് പാരലായിട്ടാണ്. ഏതാണ്ട് അതേപോലെ തന്നെയാണ് ഈ രണ്ട് സർഫസ് വരിക. അപ്പോൾ ഇനി ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് എങ്ങോട്ടായിരിക്കും? ഇവിടെ ആക്ച്വലി ഗോസിയൻ ബോക്സ് എടുക്കുന്ന സമയത്ത് ഇവിടെ ഈ രണ്ട് സർഫസ് ഉണ്ട്. ഒരു ടോപ്പ് സർഫസ്, ഒരു ബോട്ടം സർഫസ് ഉണ്ട്. പിന്നെ 4 സർഫസുകൾ സൈഡുകളിലായിട്ടുണ്ട്. താഴെ 4 മേളിൽ 4. ടോട്ടലി വേണമെങ്കിൽ 8 എന്ന് പറയാം, ഇല്ലെങ്കിൽ മൊത്തത്തിൽ ഇവിടെ 4 വരും. പക്ഷേ സൈഡുകളുടെ പ്രത്യേകത എന്താ? സൈഡ് എന്ന് പറയുമ്പോൾ ഇത് വരും. ഓക്കെ, ഇങ്ങനെയുള്ള സൈഡ്, ഇതൊരു സൈഡ് സർഫസാണ്. ഈ സൈഡ് സർഫസുകളുടെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഇങ്ങോട്ടായിരിക്കും. ദെൻ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? ഒരു ലാർജ് ഷീറ്റ് ഓഫ് ചാർജ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഒരു റിങ് കൺസിഡർ ചെയ്യാം. ഈ റിങ് കാരണം ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും ഒരു ചെറിയ റിങ് എടുത്തു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഒരു റിങ് ഞാൻ എടുക്കുന്നു. അപ്പോൾ ഇത് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടായിരിക്കും? നേരെ മേളിലേക്കായിരിക്കും. ഇനി എനിക്ക് വേണമെങ്കിൽ വേറൊരു റിങ് എടുക്കാം. എവിടെ പോയാലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോൺസെൻട്രിക് ആയിട്ട് ഇൻഫിനിറ്റ്ലി മെനി റിങ്സ് എടുക്കാൻ പറ്റും. അപ്പോൾ ഒരു സിംഗിൾ റിങ് ആണെങ്കിൽ, ഈ റിങ്ങിൻ്റെ പ്രോബ്ലം നമ്മൾ ചെയ്യാതെ സിംഗിൾ റിങ് ആണെങ്കിൽ ഉള്ള ഇലക്ട്രിക് ഫീൽഡ് നേരെ മേളിലോട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഏതൊരു പോയിന്റിൽ പോയാലും, അതായത് ഫൈനൈറ്റ് ആണെങ്കിലുള്ള പ്രശ്നം എന്താണ്? ഇപ്പോൾ സെൻറ്ററിൽ നിൽക്കുകയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? കോൺസെൻട്രിക് ആയിട്ടുള്ള കുറേ റിങ്ങുകളാക്കി മാറ്റാം. പക്ഷേ ഞാനൊരു കോർണറിലേക്ക് പോയി എന്ന് വിചാരിക്കാം. ഇവിടുത്തെ ഫീൽഡ് നോക്കുന്ന സമയം ഇതൊരു ഫൈനൈറ്റ് പ്ലെയിൻ ആയിരുന്നുവെങ്കിൽ
ഓക്കെ, എനിക്ക് ഇങ്ങോട്ട് കിട്ടും, പക്ഷേ അപ്പോൾ ഇത് കാരണമുള്ള ഫീൽഡ് എന്ത് ചെയ്യും, കൂടിക്കൊണ്ടിരിക്കും. ഇങ്ങോട്ട് അത് ക്യാൻസൽ ആവാൻ വേണ്ടി ഇങ്ങോട്ട് ഫീൽഡുകൾ ഉണ്ടാവുകയില്ല. പക്ഷേ ഇൻഫൈനൈറ്റ്ലി ലാർജ് ഷീറ്റ് ആണെങ്കിലുള്ള അഡ്വാൻറ്റേജ്, എനിക്ക് എവിടെ പോയാലും ഇൻഫൈനൈറ്റ്ലി മെനി റിങ്സ് വരച്ചുകൊണ്ടിരിക്കാം. ഇവിടെയും വരയ്ക്കാം, ഇവിടെയും വരയ്ക്കാം, വേറെവർ ഐ വാണ്ട് വരച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ വരച്ചുകൊണ്ടിരിക്കാം എന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും സിമെട്രിക് ആയിട്ടുള്ള കുറേയധികം റിങ്ങുകളെ കിട്ടും. ആ റിങ്ങിൻ്റെ എല്ലാം കൂടെ ഫീൽഡ് എഫക്റ്റീവ്ലി എങ്ങനെ വരത്തുള്ളൂ, ഇതിന് നോർമലായിട്ട് മേളിലേക്ക് വരുള്ളൂ. ഓക്കെ, അതേപോലെ ഇവിടെ ഇതെങ്ങോട്ടായിരിക്കും, നേരെ താഴേക്കായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ടോട്ടൽ. ഇവിടെ ഇങ്ങോട്ടാണ്, ഇവിടെ ഇങ്ങോട്ടാണ്. ഇനി ഈ സർഫസിൻ്റെ ഡയറക്ഷൻ നോക്കുക. ഇതൊരു ജസ്റ്റ് ഒരു ബോക്സ് ആണ് അല്ലേ, ഇത് ജസ്റ്റ് ഒരു ബോക്സ് ആണ്. അപ്പം ഇവിടെ നിന്ന് മുകളിലേക്ക്, ഇവിടെ നിന്ന് താഴേക്ക്, ഇവിടെ നിന്ന് സൈഡ് വൈസ് ആയിരിക്കും. അപ്പം ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇതാണ് ഇപ്പം ഞാൻ വരച്ചിരിക്കുന്നത്. എന്തിൻ്റെ ഡയറക്ഷനാണ്, ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദ സർഫസ്. ഇനി ഞാൻ വരയ്ക്കുന്നത് ഇലക്ട്രിക് ഫീൽഡാണ്. അത് നമ്മൾ പറഞ്ഞു ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഇവിടെ വന്നാൽ ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടായിരിക്കും, ഇങ്ങോട്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ 90 ഡിഗ്രി. സോ ഇവിടെ എല്ലാം E.ds എന്ത് ചെയ്യില്ല, എക്സിസ്റ്റ് ചെയ്യില്ല. ആകെ എക്സിസ്റ്റ് ചെയ്യുന്നത് ടോപ്പ് സർഫസിലും ബോട്ടം സർഫസിലും മാത്രമായിരിക്കും. അപ്പോൾ രണ്ടിടത്തും E.dsൻ്റെ വാല്യൂ എന്ന് പറയുന്നത് E.ds ഈസ് ഈക്വൽ ടു EDS ഫോർ ദ എവിടത്തേക്കാണ്, ബോട്ടം പ്ലസ് E.ds ഫോർ ടോപ്പ് സർഫസ്. ഇത് രണ്ടുമേ എക്സിസ്റ്റ് ചെയ്തുള്ളൂ. ഓക്കെ, അപ്പോൾ അത് രണ്ടും എക്സിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ E ഇൻറ്റു മുകളിലത്തെ സർഫസ്. ഇതിനൊരു ഈ ഗോസിയൻ പിൽ ബോക്സ് വരയ്ക്കുമ്പോഴേ നമ്മളൊരു ഏരിയ അസ്യൂം ചെയ്യുന്നു. സേ ലെറ്റ് ഇറ്റ്സ് ഏരിയ ബി എ. ഓക്കെ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ ആണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ദാറ്റ് ഈസ് E ഇൻറ്റു എ പ്ലസ് E ഇൻറ്റു എ എന്നെനിക്ക് ആൻസർ കിട്ടും. ദാറ്റ് ഈസ് 2EA ആണ് എന്ത്, എൻ്റെ ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എനിക്ക് എന്ത് വേണം, ഐ നീഡ് ദ ചാർജ് എൻക്ലോസ്. ചാർജ് എൻക്ലോസ്ഡ് വളരെ എളുപ്പമാണ്. അതായത് ഇതിനകത്ത് വരുന്നത്, ഓക്കെ, അപ്പോൾ ഈ ബോക്സ് എൻക്ലോസ്, ഇത് ടോട്ടൽ ഇൻഫൈനൈറ്റ്ലി ലാർജ് ഏരിയ ആണ്. പക്ഷേ ബോക്സിനകത്ത് എത്ര ഏരിയ ഉള്ളൂ, ഇതിൻ്റെ ചാർജ് വരച്ചു കഴിഞ്ഞാൽ ഇത്രയും ഭാഗത്തെ ചാർജേ ഉള്ളൂ. ഓക്കെ, ഈ ചാർജ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ജസ്റ്റ് ഒരു സെക്കൻഡേ, പല രീതി വരയ്ക്കാം. അതിനകത്ത് സേ ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന സാധനം. സപ്പോസ് ഇതാണ് ഇപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, കൺഫ്യൂസ്ഡ് ആവരുത്. ദാറ്റ് ഈസ് ഇത് ഏരിയ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ഇതിനകത്ത് ഒരു ഷീറ്റിൻ്റെ മുകളിൽ കട്ട് ചെയ്ത് ഇങ്ങനെയാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോർമലായിരിക്കും. അപ്പോൾ ഈ ഭാഗത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനകത്തുനിന്ന് ഏരിയ, ഈ ബോക്സിനകത്ത് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഈ ഗോസിയൻ ബോക്സിൻ്റെ ഇവിടെ ടോപ്പ് സർഫസ് ഏരിയ എത്രയോ അത്രയും തന്നെയായിരിക്കും അതിനകത്ത് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 2A വിച്ച് ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ചാർജ് എൻക്ലോസ്. ചാർജ് എൻക്ലോസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഏരിയ ടൈംസ് ദ ചാർജ് സിഗ്മ. ഓക്കെ, സോ എയും ക്യാൻസലായി. E ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ 2ε0 എന്നെനിക്ക് കിട്ടും. ഓക്കെ, ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, അപ്പോൾ ഇത്ര എണ്ണമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഇനി കൊയാക്സിലൊക്കെ നിങ്ങൾക്ക് അഡീഷണൽ പ്രോബ്ലം ആയിട്ടാണ്, അത് നമുക്ക് പിന്നീട് ചെയ്യാം. ഞാൻ ഉദ്ദേശിക്കുന്ന കുറേശ്ശെ പ്രോബ്ലം സെപ്പറേറ്റ് ഞാൻ സോൾവ് ചെയ്ത് വീഡിയോ ആക്കി ഇടാം, ഗ്രിഫിത്തിൻ്റെ സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ. അതായിരിക്കും എളുപ്പം തോന്നുന്നു. ക്ലാസ്സിൽ സോൾവ് ചെയ്താൽ തീരില്ല. ഓക്കെ, അപ്പോൾ ഗോസസ് ലോ ഏതാണ്ട് ഇത്രയേ ഉള്ളൂ. പക്ഷേ ഇത് മാത്രമല്ല വരിക. ഞാൻ തൽക്കാലം ചില ചാർജ്, അപ്പം നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾക്കത് ചെയ്യാനില്ല. ഓക്കെ, നമുക്ക് നമ്മുടെ സിലബസിൽ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഇല്ല. അപ്പോൾ നമുക്ക് വേണ്ടത്, അതായത് നമ്മളിവിടെ എല്ലായിടത്തും എടുത്ത എന്തായിരുന്നു, റോ ഈസ് ഈക്വൽ ടു സം കോൺസ്റ്റൻ്റ് എന്നുള്ള ഫോമിലുള്ള ചാർജ് ഡിസ്ട്രിബ്യൂഷൻസാണ്. എന്ന് വെച്ചാൽ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ ജനറലി ഗോസസ് ലോ പറഞ്ഞ സമയത്ത് ഗോസസ് ലോ എവിടെയൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞപ്പം സിമെട്രി വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതായത് ഫീൽഡിന് എന്തുണ്ടാവണം, സിമെട്രി ഉണ്ടാവണം. അപ്പം ഒന്നുകിൽ ഒരു സിലിണ്ടറിക്കൽ സിമെട്രി ഉണ്ടാവണം, അപ്പോഴാണ് ഞാൻ സിലിണ്ടർ എടുത്തത്. അല്ലെങ്കിൽ പ്ലാനാർ സിമെട്രി ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു സ്പെറിക്കൽ സിമെട്രി ഉണ്ടാവണം. അപ്പോൾ ഇത്തരം സിമെട്രികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഗോസസിലോ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ സിമെട്രി എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ 1-2 കണ്ടീഷൻ കൊണ്ടുവന്നത്. എന്താണ്, ഇൻഫൈനൈറ്റ്ലി ലാർജ് വേണമെന്ന്, ദെൻ യൂണിഫോം ആയിരിക്കണം, ദെൻ ഷേപ്പ് സെയിം ആയിരിക്കണം, തുടങ്ങിയ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ യൂണിഫോം ആവണം എന്നുള്ളത് അത്ര നിർബന്ധമല്ല. ഓക്കെ, അതെന്ന് വെച്ചാൽ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ദെയർ ക്യാൻ ബി സിമെട്രിക് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, സിമെട്രിക് ആയിട്ടുള്ള ചില
ചാർജ് ഡിസ്ട്രിബ്യൂഷൻസിൻ്റെ കേസിലും എനിക്ക് എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റും? ഗോസസ് ലോ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മളത് ചെയ്യുന്നില്ല, ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. റോ ഈസ് ഈക്വൽ ടു സം 1/r എന്ന് വിചാരിക്കാം. ഓക്കെ, റോ ഈസ് ഈക്വൽ ടു 1/r എന്ന് എഴുതിയാൽ എന്താ അതിൻ്റെ മീനിങ്? അതായത് സേ 1/r പ്ലസ് 0 r പ്ലസ് 1, അത് 0 ആവണ്ട, അതിന് വേണ്ടിയിട്ട് റോ ഈസ് ഈക്വൽ ടു 1/r പ്ലസ് വേണ്ട, റോ ഈസ് ഈക്വൽ ടു r എന്നൊരു ചാർജ് ഡെൻസിറ്റി ഉണ്ടെന്ന് വിചാരിക്കും. എന്താണ് അതിൻ്റെ മീനിങ് എന്ന് ആദ്യം പറയാം. എന്താണ് ഈ ചാർജ് ഡെൻസിറ്റി? എപ്പോഴും നമ്മൾ യൂണിഫോം എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അങ്ങനെ തന്നെ വേണമെന്നില്ല. ഓക്കെ, അപ്പോൾ റോ ഈസ് ഈക്വൽ ടു r എന്ന് ഉള്ളൊരു ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിനെ നമ്മൾ വിളിക്കുക നോൺ യൂണിഫോം ആയിട്ടുള്ള ചാർജ് ഡിസ്ട്രിബ്യൂഷൻസ് ആണ്. ഓക്കെ, അതേപോലെ നമ്മൾ നേരത്തെ ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു. ഏത്? യുടെ എക്സ്പ്രഷൻ തന്നിട്ട് അതിനകത്തുനിന്ന് റോ കണ്ടുപിടിക്കാൻ. അപ്പോഴും നമുക്ക് കിട്ടിയ റോ ഒരു സാധാരണ ഒരു കോൺസ്റ്റൻറ്റ് അല്ല, r⁴ അങ്ങനെ എന്തോ വരുന്ന, അതോ r³ എന്തോ വരുന്ന ഒരു ചാർജ് ഡിസ്ട്രിബ്യൂഷനാണ് തന്നത്. അപ്പം ഒരു സ്ഫിയർ ഉണ്ട്, എന്നിട്ട് നമ്മൾ എന്താണ് കൺസിഡർ എ സ്ഫിയർ ഓഫ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ റോ ഈസ് ഈക്വൽ ടു r എന്ന് നിങ്ങൾക്ക് തന്നിട്ട്, r കൂളം പെർ മീറ്റർ ക്യൂബ് എന്ന് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. കൂളം പെർ മീറ്റർ ക്യൂബ് എന്ന് പറയുന്ന ഒരു ചാർജ് ഡെൻസിറ്റി നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ സെൻറ്ററിലെ റേഡിയസ് എത്രയാണ്? അതായത് r എന്ന് പറയുന്നത് ഇതിൻ്റെ കോർഡിനേറ്റ് ആയിരിക്കും. അപ്പോൾ സ്ഫിയറിനെ നിങ്ങൾ എവിടെ കൊണ്ടുവയ്ക്കുക? ഒറിജിനിൽ വയ്ക്കുക. r എന്ന് പറയുന്നത് അവിടെ നിന്നുള്ള റേഡിയസ് ഡിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ സെൻറ്ററിലെ ചാർജ് എന്ന് പറയുന്നത് റോ ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ സെൻറ്ററിൽ എന്തില്ല? ചാർജ് ഇല്ല. ഇനി പുറത്തേക്ക് വരുമ്പോൾ ഇതിൻ്റെ ചാർജ് ഡെൻസിറ്റി എന്ത് ചെയ്യും? അടുത്ത 1 സെൻറ്റിമീറ്ററിലെത്തുമ്പോൾ റോ ഈസ് ഈക്വൽ ടു 1 ആവും. ഓക്കെ, 1 കൂളം പെർ മീറ്റർ ക്യൂബ് എന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു ചെറിയ വോളിയം എടുത്തിട്ട് അതിൻ്റെ ഡെൻസിറ്റി, ചാർജ് ഡെൻസിറ്റി എടുത്തു കഴിഞ്ഞാൽ അത് 1 കൂളം പെർ മീറ്റർ ക്യൂബ് ആവും. ദെൻ പുറത്തേക്ക് വരുന്നതനുസരിച്ച് 2 ആവും. അങ്ങനെ അവസാനം വരുന്ന ലെയറിൽ 6 കൂളം പെർ മീറ്റർ ക്യൂബ് ആയിരിക്കും. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഫീൽഡ് ഡിസ്ട്രിബ്യൂഷന് എന്തുണ്ട്? ഇവിടെ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, ബട്ട് ഇറ്റ് ഹാസ് എ സിമെട്രി. ഓക്കെ, അതായത് നിങ്ങൾക്ക് ചാർജ് യൂണിഫോം അല്ല, പക്ഷേ പുറത്തേക്ക് വരുന്നതനുസരിച്ച് ആ നോൺ യൂണിഫോമിറ്റിക്ക് ഒരു പാറ്റേൺ ഉണ്ട്, ഓർ ദാറ്റ് നോൺ യൂണിഫോമിറ്റി ഹാസ് എ സിമെട്രി. അപ്പോൾ അങ്ങനെയുള്ള കേസിലും നമുക്ക് ആക്ച്വലി എന്ത് ചെയ്യാം? ഗോസസ് ലോ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ അതേലത്തെ ഒരെണ്ണം ചെയ്ത് നോക്കാം. അതൊരെണ്ണോടെ ചെയ്തേക്കാം, കാരണം എന്തെങ്കിലും അഡീഷണൽ പഠിക്കണ്ടേ. ഇപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾ പറഞ്ഞതെല്ലാം പ്ലസ് ടുവിന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അതായത് നമ്മൾ പറഞ്ഞെന്താണ്? വി ക്യാൻ ഹാവ് നോൺ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻസ്, നോൺ യൂണിഫോം ആയിട്ടുള്ള ചാർജ് ഡിസ്ട്രിബ്യൂഷൻസ് യൂസ് ചെയ്യാൻ പറ്റും. ബട്ട് കണ്ടീഷൻ എന്താണ്? ഇറ്റ് ഷുഡ് ഹാവ് എ സിമെട്രി. അതിന് ഒരു സിമെട്രി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻസ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. കൺസിഡർ എ സ്ഫിയർ ഓഫ് റേഡിയസ് r. ഓക്കെ, എ സ്ഫിയർ ഓഫ് റേഡിയസ് r. ഓക്കെ, റേഡിയസ് r ഓഫ് നോൺ യൂണിഫോം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, ഓഫ് non-uniform charge distribution rho is equal to k into k is some constant into r. Okay, k into r. ഇതാണെന്ത്? എൻ്റെ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾ എങ്ങനെ ഗോസസ് ലോ അപ്ലൈ ചെയ്യും എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്നെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് അഥവാ എവിടെയെങ്കിലും കണ്ടാൽ നിങ്ങൾക്ക് നമ്മുടെ ഗോസസ് ലോ എന്താ പറയുന്നത്? E ഡോട്ട് ds ഈസ് ഈക്വൽ ടു, ആക്ച്വലി ds ഉണ്ട്, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇത് ചില കേസുകളിൽ മാത്രം വളരെ ഈസി ആയിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഇൻറ്റഗ്രൽ ds നമ്മുടെ ടോട്ടൽ സർഫസ് ഏരിയ ആയിട്ട് മാറും എന്നൊക്കെ ഉള്ളൂ. അത് പോട്ടെ. അപ്പോൾ ഇവിടെ E ഡോട്ട് ds ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ് നമ്മൾ എന്താ എഴുതുന്നത്? Q എന്നാണ് എഴുതുന്നത്. ഈ ക്യൂവിനെ എനിക്ക് എന്തെഴുതാം? സം റോ ഡി ടൗ എന്നെഴുതാം അല്ലേ. അപ്പോൾ ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഇൻറ്റഗ്രൽ റോ ഡി ടൗ. ആക്ച്വലി ഇതാണ് കുറച്ചുകൂടെ കറക്റ്റ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ല എക്സ്പ്രഷൻ ഇതാണ്. ഇൻറ്റഗ്രൽ നമ്മളിത് പറഞ്ഞിരുന്നു എന്ന് തോന്നുന്നു. E ഡോട്ട് ds ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ഇൻറ്റഗ്രൽ റോ ഡി ടൗ.
റോ ഡീറ്റോ. അപ്പം ഈ റോ ഡീറ്റോ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ വോളിയം എവിടെ വരിക? ഇപ്പോൾ 2 വോളിയം ഉണ്ട് നമുക്ക്, ഒരു വോളിയം ഉണ്ട്, ഒരു സർഫസ് ഉണ്ട്. ഈ സർഫസ് എന്താണ്? ഈ സർഫസ് എന്ന് പറയുന്നത് നമ്മുടെ ഗോസിയൻ സർഫസ് ആണ്. ഓക്കെ, ഈ വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഗോസിയൻ സർഫസ് എൻക്ലോസ് ചെയ്യുന്ന വോളിയമാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇവിടെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ഓവർ ദിസ് വോളിയം ആയിരിക്കും. പക്ഷേ അതിനകത്ത് ചില ലിമിറ്റേഷൻസ് വരാം, നമുക്കത് നോക്കാൻ ചെയ്യുമ്പം. അപ്പോൾ ഈ വോളിയം ഇൻ്റഗ്രൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ റോയ്ക്ക് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി? കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ അത്രയും ഭാഗത്തുള്ള ചാർജ് ഡെൻസിറ്റി കിട്ടും. അല്ലെങ്കിൽ സിംപ്ലി പറഞ്ഞാൽ ഇങ്ങനെ വിചാരിക്കുക, ഈ പ്രോബ്ലം ഇടുക. You have a sphere, okay, of some radius capital R, and given with the charge density rho is equal to k into R. Okay, then what is the charge enclosed in a smaller concentric sphere? Okay, concentric sphere of radius സ്മോൾ ആർ. ഓക്കെ, അതായത് നമുക്ക് എന്തുണ്ട്? ഒരു വലിയ സ്ഫിയർ ഉണ്ട്, R ആണ്. അപ്പോൾ അതിൻ്റെ ചാർജ് ഡെൻസിറ്റി തന്നിട്ടുണ്ട് റോ ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ആർ. അങ്ങനെയാണെങ്കിൽ അതിനകത്തൊരു ചെറിയ സ്ഫിയർ ഉണ്ടെന്ന് വിചാരിക്കുക, സം ഓഫ് റേഡിയസ് R. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് എത്ര ചാർജ് ഉണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ എന്ത് ചെയ്താൽ മതി? ആക്ച്വലി നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഇവിടെ ഒരു എലമെൻ്റ് എടുക്കും, ദാറ്റ് ഈസ് റോ. ഓക്കെ, അതായത് ആ സ്ഫിയറിനകത്ത് 2 സ്ഫിയർ, ആ സ്ഫിയറിനകത്ത് ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു എലമെൻ്റൽ വോളിയം എടുക്കുന്നു. ആ എലമെൻ്റൽ വോളിയം എനിക്ക് ചെയ്യാൻ എളുപ്പം, ഇത് സ്ഫിയർ ആയതുകൊണ്ട് എന്താണ്? വിച്ച് ഈസ് ഈക്വൽ ടു സോ ദ ചാർജ്, അതിനകത്തുള്ള ചാർജ് dq എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ചാർജ് ഡെൻസിറ്റി റോ ഇൻറ്റു എന്തായിരിക്കും? d ടോ ആയിരിക്കും. ഓക്കെ, പക്ഷേ ഈ d ടോ എന്ന് പറയുന്നത് സ്പെറിക്കൽ എന്താണ്? റോ ഇൻറ്റു r സ്ക്വയർ സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈ ടി ആർ ആണ്. അപ്പോൾ ഡി ടോ ആയി. ഇതാണ് ഡി ക്യു. നൗ വാട്ട് ഈസ് ദ ടോട്ടൽ ചാർജ്? ക്യു ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ റോ ഇൻറ്റു, റോയ്ക്ക് പകരം എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, നമ്മളിത് ചെയ്തിരുന്നു ഇതുപോലൊരു പ്രോബ്ലം. ആക്ച്വലി നമ്മൾ നേരത്തെ നമ്മൾ ചെയ്തൊരു പ്രോബ്ലത്തിൽ ഇതുണ്ട്, സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈ ഡി ആർ. ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ഇവിടെ റോ എന്ന് പറയുന്നത്, ഓക്കെ, ഈ റോ എന്ന് പറയുന്നത് യൂഷ്വലി നമുക്ക് കോൺസ്റ്റൻ്റ് ആയിരിക്കും അല്ലേ? റോ ഈസ് ഈക്വൽ ടു സം കെ ആയിരിക്കും. യൂണിഫോം ആണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? ഈ റോയെ പുറത്തെടുത്തിട്ട് എനിക്ക് എന്ത് ചെയ്താൽ മതി? ബാക്കി പാർട്ടിനെ ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ആർ സ്ക്വയർ സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈ ഡി ആർ. ഇത് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ എന്ത് കിട്ടിക്കോളും? 4/3 പൈ ആർ ക്യൂബ്, സേ സം ഫ്രം 0 to സ്മോൾ ആർ ആണെങ്കിൽ 4/3 പൈ ആർ ക്യൂബ് ഇൻറ്റു റോ എന്ന് കിട്ടിക്കോളും. ഇതാണല്ലോ ചാർജ്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു റിസൾട്ട് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റോ പുറത്തെടുക്കാൻ പറ്റുന്നുണ്ടാണ്. പക്ഷേ എല്ലാ കേസിലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ റോയെ പുറത്തെടുക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള കേസിൽ ക്യൂ ഈസ് ഈക്വൽ ടു, അതായത് റോയ്ക്കകത്ത് ഇറ്റ് സെൽഫ് എന്തുണ്ട്? ഒരു കെ ആർ ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? കെ ആർ ഇൻറ്റു ആർ സ്ക്വയർ സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈ ഡി ആർ എന്ന് ചെയ്യണം. വിച്ച് ഈസ് ഈക്വൽ ടു കെ പുറത്തെടുക്കാം, ഇൻ്റഗ്രൽ ആർ ക്യൂബ് ഡി ആർ, ദെൻ സൈൻ തീറ്റ ഡി തീറ്റ, ദെൻ ഡി ഫൈ. ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ സ്മോളർ സ്ഫിയർ ആയതുകൊണ്ട് അത് എവിടെ നിന്ന് എവിടെ വരെ ചെയ്താൽ മതി? 0 to r ചെയ്താൽ മതി. ദെൻ ഇതെന്താണ്? ഫുള്ള് സ്ഫിയർ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ സൈൻ തീറ്റയുടെ വാല്യൂ എവിടെ നിന്ന് എവിടെ വരെ? 0 to പൈ വരെ. ദെൻ ഇത് 0 to 2π. സോ ഇത് മൊത്തത്തിൽ എന്താവും? 4π എന്നാവും. 4π ഇൻറ്റു കെ ഇൻറ്റു ഇത് ആർ ക്യൂബാണ്. സോ ഇതെന്തായിട്ട് മാറും? r raised to 4/4 എന്നായിട്ട് മാറും. ഇതായിരിക്കും ആ റേഡിയസിനകത്തുള്ള ചാർജ്. സോ ദിസ് ഈസ് സംതിങ് ഡിഫറെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് വെറുതെ എടുക്കാൻ പറ്റില്ല. ഇങ്ങനെ ക്യൂ കണ്ടുപിടിച്ച്, എൻക്ലോസ്ഡ് ക്യൂ ഈ രീതിയിൽ കണ്ടുപിടിച്ചിട്ട് ചെയ്യണം എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എപ്പോഴും ഈ ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് യൂണിഫോം ആവണം എന്നില്ല. നമ്മൾ നേരത്തെ ഒരു കേസിൽ ഒരു പ്രോബ്ലത്തിൽ കണ്ടതുപോലെ ചാർജ് ഡെൻസിറ്റി നോൺ യൂണിഫോം ആണെങ്കിൽ ചാർജ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ഡി ക്യൂ എടുക്കുക, റോഡിട്ടോ, ദെൻ എന്ത് ചെയ്യുക? അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക എത്ര വോളിയത്തിലേക്ക് വേണോ അതനുസരിച്ച്. ഇപ്പോൾ 3 സെൻറ്റിമീറ്ററിലെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഇതെന്ത് ചെയ്താൽ മതി? 0 to 3 നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. അത്രേ ഉള്ളൂ കാര്യം. അപ്പം അങ്ങനെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക്
നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോബ്ലത്തിലേക്ക് പോകാം. ഗോസസ് ലോ എവിടെ അപ്ലൈ ചെയ്യുക? ഫോർ എ നോൺ യൂണിഫോം ഫീൽഡ്. ഓക്കെ, അപ്പോൾ റോ ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ആർ. സോ വേർ കെ ഈസ് എ പോസിറ്റീവ് കോൺസ്റ്റൻ്റ് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ റോയ്ക്ക് എന്തുണ്ട്? ഒരു സ്പെറിക്കൽ സിമെട്രി ഉണ്ട്. കാരണം എന്താണ്, ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്തുണ്ട്? ഒരു സ്പെറിക്കൽ സിമെട്രി ഉണ്ട്. പിന്നെ ഓൾറെഡി ഇറ്റ് ഈസ് ഗിവൺ നോൺ യൂണിഫോം ഫീൽഡ് ഡ്യൂ ടു എ സ്ഫിയർ എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം സ്ഫിയർ വരയ്ക്കാം. സോ ഇതിനകത്താണ് റോ ഉള്ളത്. സോ ദിസ് ഈസ് ക്യാപിറ്റൽ ആർ. ഇതിൻ്റെ ഔട്ട്സൈഡ് ഒരു ഫീൽഡ് എടുക്കുക, ദാറ്റ് ഈസ് സ്മോൾ ആർ. ഓക്കെ, കഴിഞ്ഞു. അപ്പോൾ ഇതാണ് എൻ്റെ ഗോസിയൻ സർഫസ്. അപ്പോൾ അതിൻ്റെ LHS എന്ത് വരും? ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് വിച്ച് ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു 4π ആർ സ്ക്വയർ. ഇത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഉള്ളൂ. ഇനി RHS എന്ത് വരും? ഇൻ്റഗ്രൽ ക്യൂ അല്ലേ, 1/ε0 ടൈംസ്. സോ ക്യൂ എൻക്ലോസ്ഡ് ആണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 1/ε0 ടൈംസ് ഇതിനകത്ത് എൻക്ലോസ് ചെയ്തിരിക്കുന്ന ചാർജാണ് എനിക്ക് അറിയേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? സം റോ ഡി ടോ. ഓക്കെ, ഇൻ്റഗ്രൽ റോ ഡി ടോ ഞാൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രൽ റോ ഡി ടോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? വിച്ച് ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ഇൻ്റഗ്രൽ റോ എന്ന് പറയുന്നത് കെ ആർ എന്ന് തന്നിട്ടുണ്ട്, ഇൻറ്റു ഡി ടോ എന്ന് പറഞ്ഞാൽ ആർ സ്ക്വയർ സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈ ഡി ആർ ആണ്. അപ്പം ഇത് ആർ ക്യൂബായിട്ട് മാറിക്കോളും. അതൊക്കെ നമുക്ക് കൊടുക്കുന്ന സമയത്ത് ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഇൻ്റഗ്രലിൻ്റെ ലിമിറ്റാണ്. അപ്പോൾ 1/ε0 കെ ഇഞ്ഞ് പുറത്തെടുക്കാം. ഇൻ്റഗ്രൽ ആർ ക്യൂബ് ഇൻറ്റു ആർ ക്യൂബ് ഡി ആർ, ദെൻ ഇൻ്റഗ്രൽ സൈൻ തീറ്റ, അത് ഞാൻ ഒരുമിച്ച് അങ്ങോട്ടാണ് ഡി തീറ്റ ഡി ഫൈ. അപ്പോൾ ഈ ആർ ക്യൂബ് ഡി ആർ ഞാൻ എവിടെ നിന്ന് എവിടെ വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഈ ചാർജ് ഇതിനകത്ത് ചാർജ് എവിടെ നിന്ന് എവിടെ വരെ ഉള്ളൂ? 0 to R വരെ ഉള്ളൂ. സ്മോൾ ആർ വരെ, ക്യാപിറ്റൽ ആർ വരെ മാത്രമേ ചാർജ് ഉള്ളൂ. അതിന് പുറത്തേക്ക് എന്തില്ല? ചാർജ് ഇല്ല. അതുകൊണ്ട് ഞാൻ ഇതിനെ എവിടെ നിന്ന് എവിടം വരെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി? 0 to ക്യാപിറ്റൽ ആർ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. കാരണം ഇതിനകത്ത് എൻക്ലോസ് ചെയ്തിരിക്കുന്ന പാർട്ട് അത്രേ ഉള്ളൂ. സോ അത് 0 to R ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ദെൻ യു ഗെറ്റ് ആൻ ആൻസർ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ആൻസർ കിട്ടും. ഇത് R⁴/4 എന്ന് വരും അല്ലേ? ഈക്വൽ ടു, അല്ലെങ്കിൽ ചെയ്യാം 1/ε0 ടൈംസ് കെ ഇൻറ്റു R⁴/4 ഇൻറ്റു 4π എന്ന് വരും. ലെഫ്റ്റ് സൈഡ് നമുക്ക് എന്താണ്? ഇ ഇൻറ്റു 4π ആർ സ്ക്വയർ ആണ്. ഓക്കെ, 4π ആർ സ്ക്വയർ ആണ്. സോ 4π ആൻഡ് 4π ഗെറ്റ് ക്യാൻസൽസ്. ദെൻ ഇ ഈസ് ഈക്വൽ ടു സം കെ ബൈ, ഇവിടെ 4 ഉണ്ട്, ε0, 4ε0, ദെൻ R⁴ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ ഫോർ എ നോൺ യൂണിഫോം ഫീൽഡ്. ഇതേപോലെ ഇൻസൈഡ്, ഹലോ, ഓക്കെ, ഇതേപോലെ നമുക്ക് ഇൻസൈഡ് ഫീൽഡ് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക്. ഇൻസൈഡ് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇതെൻ്റെ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന സ്ഫിയറാണ്. ഞാൻ എന്ത് ചെയ്യണം? ഇതിനകത്തൊരു സ്ഫിയർ എടുക്കുക, അതിൻ്റെ റേഡിയസ് R ആയിരിക്കും. ഓക്കെ, ഇനി ഇതിനകത്ത് എൻക്ലോസ് ചെയ്തിരിക്കുന്നത് ചെയ്താൽ മതി. അപ്പോൾ ലെഫ്റ്റ് സൈഡ് സെയിം ആണ്, ഇ ഇൻറ്റു 4π ആർ സ്ക്വയർ S4π സ്മോൾ ആർ സ്ക്വയർ എന്ന് തന്നെ വരും. പക്ഷേ RHS ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. ഇൻ്റഗ്രൽ എവിടെ നിന്ന് ചെയ്താൽ മതി? 0 to R ചെയ്താൽ മതി. കാരണം സ്മോൾ സ്ഫിയറിനകത്തേ ചാർജ് ഉള്ളൂ. ഇവിടെ കൊണ്ടുവന്ന് 0 to ക്യാപിറ്റൽ ആർ ചെയ്താലുള്ള കുഴപ്പം എന്താ? നിങ്ങൾ ഔട്ട്സൈഡ് ചാർജിനെയും കൂടെ കൺസിഡർ ചെയ്യും. നമുക്ക് എന്ത് മാത്രം മതി? ഇൻസൈഡ് ചാർജ് മാത്രം മതി. സോ യു ഹാവ് ടു ഇൻ്റഗ്രേറ്റ് ഇറ്റ് ഫ്രം 0 to R. അപ്പോൾ ഇതൊന്ന് ചെയ്തൊന്ന് ആൻസർ കണ്ടുപിടിച്ച് നമുക്ക് 5:30 ബാക്കി കണ്ടിന്യൂ ചെയ്യാം. Sir, charge enclosed K by R⁴ minus small r⁴/ε0 ആണോ charge enclosed? K R⁴ divided by R⁴ minus small r⁴/ε0. ഈ മൈനസ് എങ്ങനെയാ വന്നേ? From small r to capital R അല്ലേ? അയ്യോ, എൻക്ലോസ്ഡ് നിങ്ങളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് എന്താണ്? ഓക്കെ, അതായത് ഇൻ്റഗ്രൽ ലിമിറ്റ് കൊടുത്തത്
R2R എന്നായിരിക്കും കൊടുത്തത് അല്ലേ? ഇങ്ങനെയാണോ കൊടുത്തത്? R2R എന്നാണോ കൊടുത്തത്? അപ്പം നമുക്ക് ഇതിനകത്തെ പ്രശ്നം എന്താണെന്ന് നോക്കാം. നമ്മുടെ ഗോസസ് ലോ പറയുന്നത് നമുക്കൊരു സ്ഫിയർ ഉണ്ട്. ഈ സ്ഫിയറിൻ്റെ റേഡിയസ് R ആണ്. ഓക്കെ, അതിനകത്ത് അത് കാരണമുള്ള ഫീൽഡാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം ഔട്ട്സൈഡ് ഫീൽഡൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാം. ഇൻസൈഡ് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇൻസൈഡ് ഒരു ഗോസിയൻ സർഫസ് വരയ്ക്കുന്നു. ഓക്കെ, സപ്പോസ് ഇതാണെന്ന് വിചാരിക്കാം എൻ്റെ ഗോസിയൻ സർഫസ്. അപ്പോൾ ഇങ്ങനെ ഒരു ഗോസിയൻ സർഫസ് ഞാൻ വരച്ചു. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് E.ds ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ക്യൂ എൻക്ലോസ്ഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഈ ക്യൂ എൻക്ലോസ്ഡിനെയാണ് നമ്മൾ മോഡിഫൈ ചെയ്ത് റോ ഡീട്ടോ എന്നാക്കി മാറ്റിയത്. ഓക്കെ, ഇത് രണ്ടും സെയിം ആണ്. അതുപോട്ടെ. അപ്പോൾ ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ E.ds ത്രൂ വിച്ച് സർഫസ്, ത്രൂ ദ ഇവിടെ ഒരു എസ് ഉണ്ട്. ഈ എസ് ഏതാണ്? ഗോസിയൻ സർഫസ് ആണ്. എന്ന് വെച്ചാൽ ഈ ചെറിയ സ്ഫിയറിൻ്റെ സർഫസിലൂടെയുള്ള ഫ്ലക്സ് ആണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അല്ലാതെ വലിയ സ്ഫിയർ അല്ല. വലിയ സ്ഫിയർ നമ്മുടെ ചാർജ് ക്യാരിങ് സ്ഫിയർ ആണ്, അത് നമുക്ക് പ്രശ്നമില്ല. നമ്മൾ ഗോസിയൻ സർഫസായിട്ട് ഏത് കൺസിഡർ ചെയ്യുന്നു, ആ ഗോസിയൻ സർഫസിൻ്റെ സർഫസ് അല്ലെങ്കിൽ ഗോസിയൻ സർഫസിലൂടെയുള്ള ഫ്ലക്സ് ആണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ എസിൻ്റെ മീനിങ് ഫ്ലക്സ് ത്രൂ ഗോസിയൻ സർഫസ് ആണ്. ഇവിടെ ആക്ച്വലി നമുക്ക് എന്ത് കിട്ടും, ഒരു വോളിയം ഇൻ്റഗ്രൽ ഉണ്ടല്ലേ, റോ ഡീട്ടോ. ഈ വോളിയം എന്താണ്? വോളിയം എൻക്ലോസ്ഡ് ബൈ ദ സർഫസ്. ഓക്കെ, ബൈ ദ വിച്ച് സർഫസ്? ബൈ ദ ഗോസിയൻ സർഫസ്. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ടിടത്തും സർഫസ് ആയാലും വോളിയം ആയാലും അതുണ്ടാക്കുന്നത് എന്താണ്? നമ്മളുണ്ടാക്കിയ ഗോസിയൻ സർഫസ് ആണ്. അപ്പോൾ ഇവിടുത്തെ ഗോസിയൻ സർഫസിനകത്തെ ചാർജ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഈ സ്ഫിയറിൻ്റെ, അപ്പം ഇതൊരു വലിയ സ്ഫിയറാണ്, ആ വലിയ സ്ഫിയറിനകത്തെ ചെറിയ സ്ഫിയറിനകത്തെ ചാർജാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് ഈ ഇൻ്റഗ്രൽ, ഈ ചെറിയ സ്ഫിയറിൻ്റെ റേഡിയസ് എന്താണ്? സ്മോൾ ആർ ആണ്. 0 മുതൽ R വരെ ഇൻ്റഗ്രേറ്റ്, സ്മോൾ r വരെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇൻസൈഡ് സ്ഫിയർ, ഔട്ട്സൈഡ് സ്ഫിയർ. അപ്പോൾ ഞാൻ ഇത്രയും കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി? 0 മുതൽ R വരെ. ഇനി ടോട്ടൽ ചാർജ് ഇൻ ദ സ്ഫിയർ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ 0 ടു ക്യാപിറ്റൽ R വരെ. ഇനി ഇൻ ബിറ്റ്വീൻ സ്ഥലത്തെ ഫീൽഡ് ചാർജ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ R ടു ക്യാപിറ്റൽ R. ഇപ്പോൾ ഇയാൾ കാൽക്കുലേറ്റ് ചെയ്തതിനകത്തെ മിസ്റ്റേക്ക് അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ ഫീൽഡാണ്. ഓക്കെ, അതായത് R മുതൽ ക്യാപിറ്റൽ R വരെയുള്ള ഫീൽഡ് എന്ന് പറയുമ്പം ഈ ഒരു ഷെൽ റീജിയൻ വരത്തില്ലേ, ഈ ഒരു റീജിയണിലെയാണ് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചത്. അതാണ് R ടു R എന്ന് പറയുന്നത്. ഇൻ്റഗ്രൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ആറിലാണ്, എൻഡ് ചെയ്യുന്നത് ക്യാപിറ്റൽ ആറിലാണ്. അപ്പോൾ നമ്മൾ സം ചെയ്യുന്നത് ഈ റീജിയൺ മാത്രമായിരിക്കും. ഓക്കെ, ഈ ഭാഗം മാത്രമാണ് നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, ഇവിടുത്തെ ചാർജാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതല്ല വേണ്ടുന്നത്. കാരണം എന്തുകൊണ്ട്? ഗോസിയൻ സർഫസ് ഇതിനകത്തിരിക്കുക, സർഫസിനകത്ത് എത്ര ഉണ്ടെന്നാണ് അറിയേണ്ടത്. അപ്പോൾ സർഫസിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള ചാർജാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അതിന് ഞാൻ എന്ത് ചെയ്താൽ മതി? ഇതിനെ 0 ടു സ്മോൾ r ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഒരു ടൈം അങ്ങ് മാറുമെന്നേ ഉള്ളൂ, പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ എന്ത് വരും? ഇനി ഒന്ന് മാറ്റി ചെയ്തിട്ട് ആൻസർ പറയൂ. ഫൈനൽ ആൻസർ എന്ന് പറയും ഒന്ന് ഉറക്കെ പറയോ? Yes, 4ε0 ഇതാണ് ആൻസർ. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെയാണ് ഒരു എന്താണ് ഇങ്ങനെ വരുമ്പം ആ ഇൻ്റഗ്രലിൽ കുറച്ചുകൂടെ ഒന്ന് പാടാവുന്നേ ഉള്ളൂ. പക്ഷേ ബേസിക് പ്രിൻസിപ്പിളൊക്കെ സെയിം ആണ്. അതായത് ഞാൻ ഇതിനകത്തൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഇൻ്റഗ്രേഷനും കാര്യങ്ങളൊന്നുമല്ല. അതായത് യൂണിഫോം ഫീൽഡ് എന്ന് കേട്ട് എല്ലായ്പ്പോഴും യൂണിഫോം ഫീൽഡ് ആവണം എന്ന് നിർബന്ധമില്ല. സിമെട്രിക്കലായിട്ടുള്ള ചാർജ് ഡിസ്ട്രിബ്യൂഷൻസും ആവാം. യൂണിഫോം ചാർജ് ഡിസ്ട്രിബ്യൂഷൻസ് ആവണം എന്നില്ല. ദർ ക്യാൻ ബി സിമെട്രിക്കൽ ചാർജ് ഡിസ്ട്രിബ്യൂഷൻസ് ഓൾസോ ക്യാൻ ബി സോൾവ്ഡ് യൂസിങ് ഗോസസ് ലോ. ഓക്കെ, അങ്ങനെയുള്ള പ്രോബ്ലംസും ഗോസസ് ലോ യൂസ് ചെയ്ത് ചോദിക്കാം. നമ്മുടെ എക്സാംസിന് ചോദിക്കാൻ വഴിയില്ല. എനിവേ അങ്ങനെ ഉണ്ട് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഐ തിങ്ക് പ്രോബ്ലം ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പോൾ നമ്മൾ ചെയ്തത് ആക്ച്വലി അതാണ്.
ഫോർ സം കോൺസ്റ്റന്റ് ചാർജ് ഇലക്ട്രിക്. അതായത് നമ്മളിപ്പോൾ ചെയ്ത പ്രോബ്ലം ആക്ച്വലി ഗ്രിഫിത്തിലെ 2.14 ആണ് ചെയ്തത്. ഓക്കെ, ഫീൽഡ് ഇൻസൈഡ് എ സ്ഫിയർ വിച്ച് ക്യാരീസ് എ ചാർജ് ഡെൻസിറ്റി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ, ദാറ്റ് ഈസ് റോ ഈസ് ഈക്വൽ ടു KR. ഇതാണ് നമ്മളിപ്പോൾ ചെയ്തത്. Okay, for some constant K. Hence, this charge density is not uniform and you must integrate to get the enclosed charge. Okay, that's hint pote. In your now a hollow spherical shell. Okay, spherical shell of charge density rho is equal to K by R square. Okay, this is Griffith's problem 2.15. Okay, problem 2.15. ഞാൻ പറയുന്ന എഡിഷൻ തേർഡ് എഡിഷനാണ്. നിങ്ങളുടെ കയ്യിലൊക്കെ ഫോർത്ത് എഡിഷൻ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. ഇത് കുറച്ച് പഴയ ബുക്കാണ്. സോ റോ ഈസ് ഈക്വൽ ടു പ്രോബ്ലം സെയിം ആയിരിക്കും. നിങ്ങൾ പ്രോബ്ലം നോക്കിയാൽ മതി. എ ഹോളോ സ്ഫെറിക്കൽ ഷെൽ തന്നിട്ടുണ്ട്. ദെൻ അതിൻ്റെ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് റോ ഈസ് ഈക്വൽ ടു K ഇൻറ്റു R സ്ക്വയർ, K ബൈ R സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. ദെൻ ഇൻ ദ റീജിയൻ A ലെസ് ദാൻ ഓർ ഈക്വൽ ടു R ലെസ് ദാൻ ഓർ ഈക്വൽ ടു B. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇതെന്താണ്, ഒരു തിക്നെസ് ഉള്ള ഷെല്ലാണ്. ഓക്കെ, ഫൈൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻ ദ 3 റീജിയൻ, ദാറ്റ് ഈസ് R ലെസ് ദാൻ A, then A ലെസ് ദാൻ R ലെസ് ദാൻ B and R greater than B. Okay, then also plot E as a function, magnitude of E as a function of R. ഇതേപോലെ കൊയാക്സിയൽ കേബിളിൻ്റെ ചെയ്യാൻ പറ്റും. അത് നമുക്ക് പിന്നെ നോക്കാം. അപ്പം ഇതിനകത്ത് പറഞ്ഞിരിക്കും, ഞാൻ ഈ പ്രോബ്ലം ചെയ്യുന്നില്ല, ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം എങ്ങനെ ചെയ്യേണ്ടത്. പ്രോബ്ലം ഇങ്ങനെയാണ്, വൃത്തിയായിട്ട് വരയ്ക്കാം. നമുക്കുള്ള സാധനം ഇങ്ങനെയുള്ളൊരു, നേരത്തെ വെച്ചായിരുന്നു വൃത്തി. ഓക്കെ, ഇങ്ങനെയൊരു ഷെല്ലാണ് നമുക്കുള്ളത്. അപ്പോൾ ഇതിൻ്റെ എന്തൊക്കെ ക്വസ്റ്റ്യൻ വെച്ചിട്ട് തന്നെ നമുക്ക് എഴുതാം ഓരോന്ന്. അപ്പോൾ റോ എന്താണെന്ന് തന്നിട്ടുണ്ട്. റോ ഈസ് ഈക്വൽ ടു K ബൈ R സ്ക്വയർ ആൻഡ് ഇറ്റ് ഈസ് ഇൻ ദ റീജിയൻ A ലെസ് ദാൻ ഓർ ഈക്വൽ ടു R ലെസ് ദാൻ ഓർ ഈക്വൽ ടു B എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് എന്താ, ആ ഷെല്ലിൻ്റെ പൊസിഷനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അതായത് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എവിടെയാണ്, എയ്ക്കും ബിക്കും ഇടയിലാണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന്, ഓക്കെ, ദിസ് ഈസ് ദ ഇന്നർ റേഡിയസ് A ആൻഡ് ദിസ് ഈസ് ദ ഔട്ടർ റേഡിയസ് B. അപ്പോൾ എയ്ക്കും A ലെസ് ദാൻ ഓർ ഈക്വൽ ടു R ലെസ് ദാൻ ഓർ ഈക്വൽ ടു B എന്ന് പറഞ്ഞാൽ ദിസ് ഇൻസൈഡ് റീജിയൻ. ഇവിടെയാണ് നമുക്ക് എന്തുള്ളത്, ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് അക്കോർഡിംഗ് ടു ദിസ് ഫോമുല, അല്ലെങ്കിൽ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഫോം ഇങ്ങനെയാണ്. റോ ഈസ് ഈക്വൽ ടു K ബൈ R സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് കാരണമുള്ള ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യണം. ഏതൊക്കെ റീജിയനിൽ കാൽക്കുലേറ്റ് ചെയ്യണം? ഒന്ന് R ലെസ് ദാൻ A. R ലെസ് ദാൻ A എന്ന് പറയുമ്പോൾ എവിടെയാണ്, ഇൻസൈഡ്. ഇതാണ് R ലെസ് ദാൻ A റീജിയൻ. ഇനി അടുത്തത് എന്താണ്, A ലെസ് ദാൻ R ലെസ് ദാൻ B എന്ന് വെച്ചാൽ ഇൻ ബിറ്റ്വീൻ ഇത് R ഇവിടെ. ദെൻ ഔട്ട്സൈഡ്, ദാറ്റ് ഈസ് R ഗ്രേറ്റർ ദാൻ B. ഈ 3 റീജിയനിൽ കാൽക്കുലേറ്റ് ചെയ്യണം. ഇതിനകത്ത് അകത്തെ കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. 0 ആയിരിക്കും, ബിക്കോസ് നിങ്ങളിവിടെ ഒരു ഗോസിയൻ സർഫസ് വരച്ചാൽ ആ സർഫസിനകത്ത് ചാർജ് ഒന്നുമില്ല. ഇനി ഔട്ട്സൈഡ് വരയ്ക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഔട്ട്സൈഡിൽ നിങ്ങളൊരു ഗോസിയൻ സർഫസ് കൺസ്ട്രക്ട് ചെയ്യുക. അപ്പോൾ ഇൻസൈഡ് ഫീൽഡ് ഓൾറെഡി കിട്ടി. R ലെസ് ദാൻ എയുടെ കേസിൽ എന്താണ്, Q എൻക്ലോസ്ഡ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ദെർഫോർ എന്ത്, E ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഫൈൻ, അത് കഴിഞ്ഞു. ഇനി ഫോർ A ലെസ് ദാൻ R ലെസ് ദാൻ B എന്ന് പറയുന്ന ഇൻ ബിറ്റ്വീൻ പിന്നെ ചെയ്യാം, നമുക്ക് ഔട്ട്സൈഡ് ചെയ്യാം. R ഗ്രേറ്റർ ദാൻ B ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ഔട്ട്സൈഡ് ഒരു സ്ഫിയർ എടുക്കണം. അതിൻ്റെ E ഇൻറ്റു 4πr സ്ക്വയർ എന്ന് LHS വരും, എന്ത് ഫ്ലെക്സ് ഇങ്ങനെ വരും. ദെൻ RHSൽ നിങ്ങൾക്ക് ടോട്ടൽ ചാർജ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, 1/, നിങ്ങൾ നേരത്തെ തെറ്റിച്ച് ഒരാൾ ചെയ്തതുപോലെ ചെയ്താൽ മതി. ഓക്കെ, അതായത് 1/ε0 ടൈംസ് Q എൻക്ലോസ്ഡ്. Q എൻക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ ഈ വലിയ സ്ഫിയറിനകത്ത് വരുന്ന, അതായത് വലിയ ഗോസിയൻ സർഫസിനകത്ത് വരുന്ന പാർട്ട് നോക്കുക. എവിടെ നിന്ന് എവിടം വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം, A to B. ഓക്കെ, റോ
ഡീറ്റോ ചെയ്യണം. ഓക്കെ, എന്ന് വെച്ചാൽ എ ടു ബി ആകുമ്പോഴാണ് ഇവിടെ നിന്ന് ഇവിടം വരെ വരിക. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗത്തെ ചാർജുകളെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, യു ഗെറ്റ് ദ ആൻസർ ഫോർ ദ ഔട്ട്സൈഡ് ഫീൽഡ്. ഓക്കെ, ഇനി ഇൻ ബിറ്റ്വീൻ ഫീൽഡ് സൈഡിലെ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇൻ ബിറ്റ്വീൻ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഓക്കെ, സേ ഇൻ ബിറ്റ്വീൻ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഓക്കെ, നമുക്ക് ഇൻ ബിറ്റ്വീൻ കാൽക്കുലേറ്റ് ചെയ്യാം. ഇൻ ബിറ്റ്വീൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഓക്കെ, എയും ബി ഒക്കെ ആണെന്ന് അറിയാമല്ലോ ഞാൻ പിന്നെ. ഓക്കെ ഓക്കെ, ഇൻ ബിറ്റ്വീൻ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഗോസിയൻ സർഫസ് എവിടെ വരയ്ക്കണം, അവിടെ വരയ്ക്കണം. ഇൻ ബിറ്റ്വീൻ ഇതിനകത്തൂടെ ഇതിനകത്തൂടെ എന്ത് വരയ്ക്കുക, ഒരു ഗോസിയൻ സർഫസ് വരയ്ക്കുക. അതിൻ്റെ റേഡിയസ് എന്താണ്, 6 ആയിരിക്കും. ഓക്കെ, ഇനി ഇതിനകത്ത് എൻക്ലോസ് ചെയ്തിരിക്കുന്ന ചാർജ് എന്ന് പറയുമ്പോൾ എവിടെയായിരിക്കും, ഈ പുറത്തെ വേണ്ട ഇത്രയും ഭാഗത്തെ ചാർജ് വരത്തുള്ളൂ. ഇവിടെ ഓൾറെഡി, അതായത് ഇൻസൈഡ് പോയിന്റിൽ ഇവിടെ എന്തില്ല, ഓൾറെഡി ചാർജ് ഇല്ല. പിന്നെ എവിടെ മാത്രമേ ചാർജ് ഉള്ളൂ, ഇവിടെ മാത്രമേ ഉള്ളൂ. അതായത് എ മുതൽ 6 വരെ. അപ്പം നമ്മുടെ റൈറ്റ് സൈഡ് ഇൻ്റഗ്രൽ ഒന്നുമില്ല, ലെഫ്റ്റ് സൈഡ് എന്താവും, ഇ ഇൻറ്റു 4πr² ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ഇൻ്റഗ്രൽ എ ടു ബി എന്നുള്ളത് എ ടു ആർ റോ ഡീറ്റോ ആവും. ഈ റോയ്ക്കെല്ലാം k/r² കൊടുക്കാൻ മറക്കരുത്. k/r² കൊടുക്കുമ്പോഴുള്ള ഗുണം, k/r² മറ്റേ ഇൻ്റഗ്രലിൻ്റെ ഒരു r² കൂടെ ക്യാൻസലായി പോയിക്കോളും. പിന്നെ k ഇൻറ്റു 4π വരത്തുള്ളൂ. ഇൻ്റഗ്രൽ ആക്ച്വലി വളരെ സിമ്പിളാണ്. സോ അത് ഇത്ര പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, പിന്നെ ഒരു dr മാത്രമേ വരത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ തീർന്നു പോകുന്നല്ല, r² താഴെ ഒരു r² dr ഉണ്ട്. അപ്പോൾ ഈ r² കൊണ്ട് പോയാലും ഇൻ്റഗ്രൽ dr ഉണ്ട്. അത് എ ടു ബി ചെയ്യുമ്പം b മൈനസ് എ എന്നും മറ്റേത് r മൈനസ് a എന്നൊക്കെ വരും. ശരി, ചുമ്മാ ചെയ്ത് നോക്കിയാൽ മതി, എളുപ്പമാണ് കേട്ടോ. അപ്പം ഇത് നിങ്ങൾ ചെയ്ത് നോക്കണം. ഓക്കെ, ഇത് എ ടു ആർ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. പിന്നെ ഈ ഈസ് ഈക്വൽ ടു മാറ്റി എന്താ ഈ 4πr² കൂടി ഇപ്പുറത്ത് കൊണ്ടുവന്ന് റീഅറേഞ്ച് ചെയ്യുന്ന പരിപാടിയേ ഉള്ളൂ. അപ്പോൾ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും ഫോർ ഓരോ കേസിലും. അപ്പം അത് നിങ്ങൾ ചെയ്ത് നോക്കാം. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് ഇപ്പം നമ്മൾ പഠിച്ചത് ഡൈവേർജൻസ് ഓഫ് ഇ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു അല്ലേ. ഡൈവേർജൻസ് ഓഫ് ഇ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എന്ത് കിട്ടിയത്, ഡെൽ ഡോട്ട് ഇ ഈസ് ഈക്വൽ ടു ρ/ε0 എന്ന് കിട്ടിയത്. ഓക്കെ, ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, അപ്പം ഇ എന്ന് പറയുന്നത് എന്താണ്, ഒരു വെക്റ്റർ ഫീൽഡാണ്. വെക്റ്റർ ഫീൽഡിൻ്റെ കേസിൽ നമുക്ക് എന്തായാലും ഗ്രേഡിയൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യൽ പോസിബിൾ അല്ലല്ലോ. കാരണം ഗ്രേഡിയൻറ്റ് ഓഫ് എ വെക്റ്റർ എന്ന് പറയുന്നത് ഇറ്റ്സ് മീനിങ്ലെസ്. എപ്പോഴും നമ്മൾ ഗ്രേഡിയൻറ്റ് എപ്പോഴും എന്തിൻ്റെയാണ് എടുക്കുക, ഒരു സ്കെയിലാറിൻ്റെയാണ് എടുക്കുക. അപ്പോൾ അതുകൊണ്ട് അത് പോസിബിൾ അല്ല ഈ കേസിൽ. ഇനി ഒരെണ്ണം എടുക്കാനുള്ളത് കേൾ ഓഫ് ഇ ആണ്. ഓക്കെ, ദാറ്റ് ഈസ് വി ഹാവ് ടു കാൽക്കുലേറ്റ് ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു വാട്ട്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഡെൽ ക്രോസ് ഇ വളരെ സിമ്പിളായിട്ട് ചെയ്ത് നോക്കാം. നമ്മളത് വീണ്ടും ചെയ്യുന്നത് ഒരു ഡെൽ ക്രോസ് ഇ ഡയറക്റ്റ്ലി കാൽക്കുലേറ്റ് ചെയ്യല്ല, നമ്മളത് വേറൊരു രീതിയിൽ ചെയ്യാം നമുക്ക്. ഓക്കെ, അപ്പോൾ നിങ്ങളിങ്ങനെ ഇമാജിൻ ചെയ്യുക, ഒരു ഒറിജിൻ ഉണ്ട്. ആ ഒറിജിനിൽ എന്ത് ചെയ്യുന്നു, ഒരു ചാർജ് ഇരിക്കുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, സോ വി ഹാവ് ദിസ്, ഇവിടെ ഒരു ക്യൂ ചാർജ് ഇരിപ്പുണ്ട്, ലെറ്റ് ക്യൂ ചാർജ്. ദെൻ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇ എന്ന് പറയുന്ന ഒരു പോയിൻ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ ഒരു ഫീൽഡ് പോയിൻ്റ് ഉണ്ട്, ലെറ്റ് ദാറ്റ് പോയിൻ്റ് പി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും, ഇ ഈസ് ഈക്വൽ ടു 1/4πε0. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഏത് ആറാണ്, ഈ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഈ ക്യാപിറ്റൽ ആർ ആണ്. ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് r-r' ആണ്. ഇവിടെ r' എന്തായിപ്പോയി, 0 ആക്കിപ്പോയി. അതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇങ്ങനെയുള്ള കേസുകളിൽ സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ r-r' കൊണ്ട് നടക്കണ്ടല്ലോ. പകരം ഒരു സിംഗിൾ ചാർജാണ്, പോയിൻറ്റ് ചാർജ് ഒരിടത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനെ അങ്ങ് ഒറിജിനാക്കി എടുത്താൽ, ഒറിജിൻ എനിക്ക് എവിടെ വേണമെങ്കിലും ചൂസ് ചെയ്യാം. അപ്പം ഒറിജിനായിട്ട് ഈ r' എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതെന്തായി, 0 ആയി. സോ r ഈസ് ഈക്വൽ ടു r എന്നാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്ന് ഒറിജിനിൽ വെക്കുന്നത്. ഇൻ ജനറൽ എവിടെ വെച്ച് വേണമെങ്കിലും ക്യാപിറ്റൽ ആർ എന്ന് കൊടുത്തിട്ട് ചെയ്യാം. ആക്ച്വലി ഈ ഇക്വേഷൻ, ആക്ച്വൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇപ്പോഴും എന്ത് തന്നെയാണ്, ഇ ഈസ് ഈക്വൽ ടു 1/4πε0 q ഡിവൈഡഡ് ബൈ r² ഇൻറ്റു r ക്യാപ്പ് തന്നെയാണ്. ഓക്കെ, ഈ r തന്നെയാണുള്ളത്. പക്ഷേ ഞാൻ ഇവിടെ ഒറിജിനൽ കൊണ്ട് വെക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ, അപ്പോൾ എവിടെയെങ്കിലും ഇങ്ങനെ എഴുതുന്നെങ്കിൽ q ബൈ, നിങ്ങൾ ഗ്രിഫിത്തിൽ നോക്കുമ്പോഴായാലും ഇങ്ങനെ
ഇങ്ങനെ എഴുതുന്നു എന്നുണ്ടെങ്കിൽ ഓക്കെ ആർ സ്ക്വയർ ആർ ക്യാപ്പ് എന്ന് എഴുതുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ചാർജ് കൊണ്ടുവച്ചിരിക്കുന്നത് ഒറിജിനലാണെന്നാണ്. ജസ്റ്റ് ഈ കേസിൽ നമുക്ക് അങ്ങനെയാണ് ഇത് ഈ ഫോമിലേക്കായി മാറുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പെട്ടെന്ന് എഴുതുമ്പോൾ ഇത്ര എഴുതത്തുള്ളൂ, 1/4πε0 സം ക്യൂ ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ ക്യാപ്പ് എന്ന് എഴുതും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുകയെന്ന് വെച്ചാൽ, അപ്പോൾ ഇതൊരു വെക്റ്റർ ഫീൽഡാണല്ലോ, അതായത് ഈ ഒരു ക്യൂ ഇത് ഞാൻ മായ്ക്കാണ്, നമുക്കിപ്പോൾ ആവശ്യമില്ല. നമുക്ക് എന്തുണ്ട്, ഈ ഒരു ക്യൂ ചാർജ് ഇവിടെ ഇരിക്കുന്നു, മാറ്റി വയ്ക്കാം. ഓക്കെ, ഇത് വന്നില്ലല്ലേ, ഒരു ക്യൂ ചാർജ് ഇവിടെ ഇരിക്കുന്നു. അപ്പോൾ ഈ റീജിയണിലെല്ലാം എന്തുണ്ട്, ഒരു ഇ എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡുണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷനാണ് നമ്മൾ ഈ എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാം എന്തുണ്ട്, ആ ഇലക്ട്രിക് ഫീൽഡുണ്ട്. ഞാനിനി എന്ത് ചെയ്യാൻ പോകുകയെന്ന് വെച്ചാൽ, ഇവിടെ ഒരു ആർബിട്രറി ഒരു പോയിൻ്റ് എടുക്കുന്നു. ഓക്കെ, അതെന്ന് പറയുന്നത് എ ആണെന്ന് വിചാരിക്കുക. എ എന്ന് പറയുന്നൊരു പൊസിഷൻ വെക്ടർ. അപ്പോൾ എയിൽ നിന്ന് ഞാൻ എ എന്ന് പറയുന്നൊരു പോയിൻ്റ് എടുക്കുന്നു. അപ്പോൾ അതിൻ്റെ പൊസിഷൻ വെക്ടർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഇത് എ എന്ന് പറയുന്നൊരു പോയിൻ്റ്, ദെൻ അനദർ പോയിൻ്റ് ഈസ് ബി. ഓക്കെ, അപ്പോൾ അതിനും എന്തുണ്ട്, ഒരു പൊസിഷൻ വെക്ടർ ഉണ്ട്. ലെറ്റ് ദിസ് ബി ആർ എ ആൻഡ് ലെറ്റ് ദിസ് ബി ആർ ബി. ഓക്കെ, നമുക്ക് എയും ഉണ്ട് ബിയും ഉണ്ട്, 2 പോയിൻറ്റ്സ്. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകുകയെന്ന് വെച്ചാൽ, എയിൽ നിന്ന് ബിയിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പം അതിനുവേണ്ടി ഒരു ലൈൻ ഇൻ്റഗ്രൽ എടുക്കുകയാണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം തന്നെ, അതായത് നമ്മൾ ലൈൻ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞൊരു സാധനം പഠിച്ചായിരുന്നല്ലോ. ഒരു വെക്റ്റർ ഫീൽഡ് ഉണ്ടെങ്കിൽ ആ വെക്റ്റർ ഫീൽഡിൽ നമുക്ക് v.dl നമ്മൾ ചെയ്യാറുണ്ടായിരുന്നു, ഇൻ്റഗ്രൽ a to b ഫ്രം 1 point to another. അപ്പോൾ എനിക്കൊരു പർട്ടിക്കുലർ പാത്തും അവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഒരു പർട്ടിക്കുലർ പാത്തിൽ a to b ഞാൻ എന്ത് ചെയ്യാണ്, ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തായിരുന്നു, ഞാൻ ഒരു എന്ത് ചെയ്യണം, ഒരു ലൈൻ എലമെൻറ്റ് ചൂസ് ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും തോന്നുന്നു. നമ്മൾ എന്ത് ചെയ്യും, ഒരു ലൈൻ എലമെൻറ്റ് ചൂസ് ചെയ്യും, dl. ഓക്കെ, അപ്പം e.dl ഇവാലുവേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ e.ഇന്റഗ്രൽ a to b e.dl എനിക്ക് ഇവാലുവേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ലൈനിൽ, ഇതിനെയാണ് നമ്മൾ ലൈൻ ഇൻ്റഗ്രൽ എന്ന് വിളിച്ചത്. ഓക്കെ, നിങ്ങളിത് ഓർമ്മയില്ലെങ്കിൽ വീണ്ടും പോയി ലൈൻ എലമെൻറ്റ്സ് പഠിച്ച ഭാഗം നോക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം ചെയ്യുന്ന ഇൻ്റഗ്രൽ അല്ല, ആദ്യം ഞാൻ എന്ത് ചെയ്യണം, e.dl കാൽക്കുലേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യും, ഇവിടെ ഒരു ലൈൻ എലമെൻറ്റ് കൺസ്ട്രക്ട് ചെയ്യും. ആ ലൈൻ എലമെൻറ്റും നമ്മുടെ ഇലക്ട്രിക് ഫീൽഡുമായിട്ട് ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യും. ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യുമ്പം നമുക്ക് എന്ത് കിട്ടും, e.dl കിട്ടും. ഇങ്ങനെയുള്ള പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദെൻ ആ e.dl a to b ആ പാത്ത് അനുസരിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഇനി പാത്ത് അനുസരിച്ച് ഉള്ള ഇൻ്റഗ്രേഷൻ എങ്ങനെയാണ് കൊടുക്കുക, ഈ പാത്തിനൊരു ഇക്വേഷൻ ഉണ്ടാവും. ഓക്കെ, ഒരു സ്ട്രെയിറ്റ് ലൈനോ ഒക്കെ ഉള്ള പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട്. y = mx ആണെങ്കിൽ അത് കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇവിടെ നമുക്ക് പാത്ത് വേണോ എന്നുള്ളത് നമുക്ക് നോക്കാം. എനിവേ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ചുകൂടെ a ഇങ്ങോട്ട് വരയ്ക്കാം, അപ്പം ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഓക്കെ, ദിസ് ഈസ് ആർ എ ആൻഡ് ഇതാണ് എൻ്റെ പാത്ത് എന്ന് വിചാരിക്കുക. ഈ പാത്തിലാണ് ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു ലൈൻ എലമെൻറ്റ് എടുക്കുന്നു. ലെറ്റ് ദാറ്റ് ലൈൻ എലമെൻറ്റ് ബി dl. അപ്പോൾ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ എന്താണ്, E = 1/4πε0 q by r square r cap എന്നാണ്. എന്ന് വെച്ചാൽ ഒരു റേഡിയലി ഔട്ട്വേർഡ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡാണ് എനിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഇലക്ട്രിക് ഫീൽഡ് ഒരു പോയിൻറ്റ് ചാർജ് അല്ലേ വെച്ചേക്കുന്നത്. ഒരു പോയിൻറ്റ് ചാർജ് വെച്ച് കഴിഞ്ഞാൽ അതിന് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡിന് എന്തുണ്ട്, ഒരു സ്പെറിക്കൽ സിമെട്രി ഉണ്ട്. അതായത് ഒരു സ്ഫിയറിൻ്റെ സർഫസ് നിങ്ങൾ എവിടെ എടുത്താലും, ഓക്കെ, അതായത് ഈ ആറിൽ നിന്ന് ഒരു കോൺസെൻട്രിക് സ്ഫിയർ എടുത്തിട്ട് ഇതിൻ്റെ സർഫസിൽ നിങ്ങൾ എവിടെ പോയി നോക്കിയാലും അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അതുകൊണ്ട് ഓക്കെ, അങ്ങനെ സെയിം ആയി വരുന്നത് കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാം, ഇവിടെ 1/4πε0 q by r square r cap എന്നുള്ളതിൽ എന്താ ഈ കാരണം ഇവിടെ ഒരു ആർ ക്യാപ്പ് അല്ലെങ്കിൽ റേഡിയൽ സിമെട്രി ഉള്ളതുകൊണ്ട് ഞാൻ ഇതിനെ ചെയ്യാൻ പോകുന്നത് ഏതിലായിരിക്കും, സ്ഫെറിക്കൽ കോർഡിനേറ്റ് ആയിരിക്കും. ഓക്കെ, ഒരു സ്ഫെറിക്കൽ സിമെട്രി ഉള്ളതുകൊണ്ട് ഞാനിത് മൊത്തം എവിടെ കൊണ്ടുപോകുന്നു, സ്ഫെറിക്കൽ കോർഡിനേറ്റിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, E = അപ്പോൾ ഈയുടെ എക്സ്പ്രഷനകത്ത് മാറ്റമൊന്നുമില്ല, E = 1/4πε0 q by r square into r cap എന്നെഴുതി. അതവിടെ ഇരിക്കട്ടെ. ഇനി എനിക്ക് എന്ത് വേണം, ലൈൻ എലമെൻറ്റ് വേണം. അപ്പോൾ ഞാൻ ഇവിടെ ഞാൻ ചെയ്യുന്ന ഏതിലാണ്, സ്പെറിക്കൽ കോർഡിനേറ്റിലാണ് ചെയ്യുന്നത്. അപ്പോൾ ലൈൻ എലമെൻ്റ് എന്ന് പറയുന്നത് dx × x ക്യാപ്പ് പ്ലസ് dy × y ക്യാപ്പ് എഴുതാൻ പറ്റില്ല. കാരണം ഇതെന്താണ്, ഇത് കാർട്ടീഷ്യനിലെ ലൈൻ എലമെൻ്റ് ആണ്. അപ്പോൾ എനിക്ക് എന്താ വേണ്ടുന്നത്, സ്പെറിക്കലിലെ ലൈൻ എലമെൻ്റ് ആണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ലൈൻ എലമെൻറ്റ് എങ്ങനെ എഴുതുന്നതെന്ന് അറിയാനും പഴയ വീഡിയോസ് കണ്ടാൽ മതി.
കോർഡിനേറ്റ് സിസ്റ്റം മാത്രം ഒരു വീഡിയോ ഉണ്ട്, അത് നോക്കിയാൽ മനസ്സിലാവും. അപ്പം ലൈൻ എലമെൻറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് dr ഇൻറ്റു ആർ ക്യാപ്പ് പ്ലസ് ആർ ഡി തീറ്റ ഇൻറ്റു തീറ്റ ക്യാപ്പ് പ്ലസ് ആർ സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ ഡി ഫൈ ഇൻറ്റു ഫൈ ക്യാപ്പ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഡി എൽ ഡിഫൈൻ ചെയ്ത് വെച്ചത്. അപ്പം ഇ ഉണ്ട്, ഡി എൽ ഉണ്ട്. എന്തുകൊണ്ടാണ് ഡി എൽ ഇങ്ങനെ എഴുതിയത്? ഇത് ചെയ്യാനാവുമ്പോൾ എളുപ്പം. ഇപ്പം നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ ആർ ക്യാപ്പും രണ്ടിടത്തുണ്ട്. ഡോട്ട് പ്രോഡക്റ്റ് ഇതിൻ്റെ ഇടയ്ക്ക് മാത്രമേ എക്സിസ്റ്റ് ചെയ്യൂ. ഇവിടെ എന്ത് ചെയ്യില്ല, ഡോട്ട് പ്രോഡക്റ്റ് എക്സിസ്റ്റ് ചെയ്യില്ല എന്നെനിക്ക് മനസ്സിലാവും. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഇതിനെ ഈ ഫോമിലേക്ക് മാറ്റിയെടുത്തത്. അല്ലെങ്കിൽ എനിക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ഇതിനെ കാർട്ടീഷ്യനിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും. പക്ഷേ നമ്മൾ എന്തൊക്കെ കുറച്ചുകൂടെ പാടാണ്. കാരണം ഈ കമ്പോണൻസ് പലതും എക്സിസ്റ്റ് ചെയ്യും. പിന്നെ പാത്ത് എടുക്കുന്നതിനകത്തും പണി കിട്ടും, അല്ലെങ്കിൽ കോംപ്ലക്സ് ആവും, ചിലപ്പം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമുക്ക് നോക്കാം. ഇ ഡോട്ട് ഡി എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇയും ഡി എല്ലും കൂടെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കണം. അപ്പോൾ ഇ ഡോട്ട് ഡി എൽ എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇ എന്ന് പറയുന്നത് ആർ ക്യാപ്പിലാണ്. ഇവിടെ ആർ ക്യാപ്പ് കമ്പോണൻറ്റ് മാത്രം എക്സിസ്റ്റ് ചെയ്യും. ഇവിടെ ബാക്കിയുള്ളത് എന്താണ്? 0 ഇൻറ്റു തീറ്റ ക്യാപ്പാണ്. സോ തീറ്റ ക്യാപ്പ് കമ്പോണൻ്റ് ഇല്ല, ഫൈ ക്യാപ്പ് കമ്പോണൻറ്റും 0 ആണ്. അപ്പോൾ ഇത് രണ്ടും ഇല്ല, ആർ ക്യാപ്പിൻ്റെ കമ്പോണൻറ്റ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇത് തമ്മിൽ ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ എന്ത് വരും? 1/4πε0 Q/r² ഇൻറ്റു dr എന്ന് വരും. ഓക്കെ, നൗ വി ഗോട്ട് ഇ ഡോട്ട് ഡി എൽ. ഇനി ഞാൻ എന്ത് ചെയ്യണം? ഹാവ് ടു ഇൻ്റഗ്രേറ്റ് ഇറ്റ് ഫ്രം ഇൻ്റഗ്രൽ എ ടു ബി ഇ ഡോട്ട് ഡി എൽ കാൽക്കുലേറ്റ് ചെയ്യണം, വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി 1/4πε0 Q/r² dr ഫ്രം എ ടു ബി ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ എന്തെടുത്തു? 1/4πε0. അപ്പോൾ ഇതൊരു സിംഗിൾ വേരിയബിളായിട്ട് മാറിയിട്ടുണ്ട്. Q/4πε0 മൊത്തം പുറത്തു വന്നു. എ ടു ബി 1/r² dr മാറി. അപ്പോൾ ഇതെന്താവും? Q/4πε0 ഇതെന്ത് വരും? -1/r വരും അല്ലേ? യെസ്, ഇൻ്റഗ്രൽ Q/r², ദാറ്റ് ഈസ് -1/r ഫ്രം എവിടെ നിന്ന് എവിടെ വരെ? എ ടു ബി എന്ന് വെച്ചാൽ RA മുതൽ RB വരെ എന്ന് വരും. ഓക്കെ, എ എന്ന് പറയുന്നത് പോയിൻ്റാണ്, ബി ആണ് ആ എയിലെ. ഓക്കെ, ഇവിടെ ഇൻ്റഗ്രലിൻ്റെ ലിമിറ്റ് നമ്മൾ എ മുതൽ ബി വരെ എന്നാണ് ഇട്ടത്. ഇത് കോമൺലി ഇട്ടതാണ്. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ കോർഡിനേറ്റിനകത്ത് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റ് വരെ എന്ന് കാണിക്കാൻ വേണ്ടി. അപ്പോൾ ഇവിടെ നമ്മുടെ ഇൻ്റഗ്രേഷൻ എന്തിൽ മാത്രമാണ്? ആറിൽ മാത്രമാണ്. അപ്പോൾ ആറിൽ മാത്രമാണ് ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആറിൻ്റെ വേരിയേഷൻ മാത്രം കൺസിഡർ ചെയ്താൽ മതിയല്ലോ. അപ്പം ആർ ഇനിഷ്യലി എന്താണ്? RA ആണ്. ഫൈനലി എന്താണ്? RB ആണ്. അപ്പം ആറിൻ്റെ വേരിയേഷൻ എന്ന് പറയുന്നത് RA മുതൽ RB വരെയാണ്. സോ ഇൻ്റഗ്രൽ എന്തായിട്ട് മാറും? ഇൻ്റഗ്രൽ ലിമിറ്റ് എന്ന് പറയുന്നത് RA ടു RB ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു Q/4πε0 മൈനസ് ഓഫ് 1/RB മൈനസ് 1/RA എന്ന് വരും. ഓർ തിരിച്ചെഴുതി കഴിഞ്ഞാൽ Q/4πε0 1/RA മൈനസ് 1/RB എന്നെനിക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി ഒരു കാര്യം നോക്കുക. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? ഈ ലെഫ്റ്റ് സൈഡ് എന്താണ്? ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ ഫ്രം എ ടു ബി, എയിൽ നിന്ന് ബിയിൽ വരെയുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ എന്താണ്? ഡോട്ട് ഡി എൽ ലൈൻ ഇൻ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് Q/4πε0 1/RA മൈനസ് 1/RB എന്നാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ RA എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ദ RA എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ദാറ്റ് ഈസ് ദ പൊസിഷൻ വെക്ടർ ഓഫ് എ അല്ലേ? RA എന്ന് പറയുന്നത്. ദെൻ RB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണ്? ഈ പോയിൻ്റാണ്. അത് മാത്രമല്ല, ഇതെന്തല്ല, ഇത് ഇ ഡോട്ട് ഡി എൽ കാൽക്കുലേറ്റ് എന്ന് പറയുമ്പോൾ ഇതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റി മാത്രമാണ്. അപ്പോൾ RA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ഷൻ പോലും അല്ല. ഈ RA എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് മാത്രമാണ്, ഇനിഷ്യൽ പോയിന്റിലേക്കുള്ള ഈ ഡിസ്റ്റൻസ്. ദെൻ ഇതെന്ന് പറയുന്നത് RB എന്ന് പറയുന്നത് ഈ ലെങ്ത്ത് മാത്രമാണ്. അപ്പോൾ RAയും RBയും കിട്ടി. സോ 1/RA മൈനസ് 1/RB എന്ന് കിട്ടി. അപ്പോൾ ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത്, ഇതിപ്പോൾ ഞാൻ ചെയ്ത എവിടെ നിന്നാണ്? എ ടു ബി ആണ്. ഞാൻ തിരിച്ചെന്ത് ചെയ്യാണ്? തിരിച്ച് ബി ടു എയും കൂടെ വരികയാണെങ്കിൽ ഈ ഇൻ്റഗ്രൽ എങ്ങനെ ആയിട്ട് മാറും? ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി പ്ലസ് ഇൻ്റഗ്രൽ ബി ടു എ. ഇതിനെന്തെനിക്ക് എഴുതാം? ഓവർ എ ക്ലോസ്ഡ് ഇൻ്റഗ്രലാണ്.
ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ ആയിട്ട് മാറും, വിച്ച് ഈസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ആകുമ്പോഴുള്ള പ്രത്യേകത എന്താ, എയും ബിയും സെയിം ആണ് അല്ലേ, അതായത് ഇനിഷ്യൽ പോയിൻറ്റും ഫൈനൽ പോയിൻറ്റും സെയിം ആയിട്ട് മാറി. അതിനർത്ഥം എന്താണ്, ക്യൂ ബൈ 4πε0 1/RA മൈനസ് 1/RB എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 0. അതായത് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ ഇ ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു 0. ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻ്റ് സാധനമാണ്. അതായത് നിങ്ങൾ ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് പലയിടത്തും ഉണ്ട്. അതായത് ഇലക്ട്രിക് ഫീൽഡിനകത്ത് നിങ്ങൾ ഒരു ലൈൻ ഇൻ്റഗ്രൽ എടുക്കുകയാണ്, ഓവർ എ ക്ലോസ്ഡ് ലൂപ്പിൽ നിങ്ങൾ ഈ ഇ ഡോട്ട് ഡി എൽ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും എന്തായിട്ടേ കിട്ടത്തുള്ളൂ, യു ഗെറ്റ് ഇറ്റ് ആസ് എ 0. ദറ്റ് ഈസ് ഓവർ എ ക്ലോസ്ഡ് പാത്ത് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു 0. അപ്പം ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ 0 ആണ്, അതവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ വീണ്ടും നമ്മുടെ സ്റ്റോക്സ് തിയറത്തിലേക്ക് പോവുകയാണ്. സ്റ്റോക്സ് തിയറം പറയുന്നത് എന്തായിരുന്നു, ദറ്റ് ഈസ് സം സർഫസ് ഇൻ്റഗ്രൽ del cross E ds is equal to എന്ത് ചെയ്താൽ മതി, ഇൻ്റഗ്രൽ ഇ ഡോട്ട്, നമുക്ക് ഇയിലല്ലായിരിക്കും പഠിച്ചത്, നമ്മൾ വിയിലാണെന്ന് തോന്നുന്നല്ലോ പഠിച്ചത്, വി. ഓക്കെ, ഡെൽ ക്രോസ് വി ഡി എസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ വി ഡോട്ട് ഡി എൽ എന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേ കേസിൽ എനിക്ക് എന്ത് ചെയ്യാം, ഐ ക്യാൻ അപ്ലൈ ദ സ്റ്റോക്സ് തിയറം. സോ അപ്ലൈയിങ് സ്റ്റോക്സ് തിയറം, ഇതാണ് ഞാൻ നേരത്തെ തൊട്ടേ പറയുന്നത്, നമുക്ക് വെക്ടർ കാൽക്കുലസ് ഇല്ലാതെ ഇതിനകത്തെ ഒരു പരിപാടിയിലും നടക്കില്ല. വെക്ടർ കാൽക്കുലസ് നന്നായിട്ട് പഠിച്ചേ പറ്റുള്ളൂ, അതുകൊണ്ടാണ് നമ്മൾ അതിൽ തുടങ്ങിയത്. സോ ഇ ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, ഡെൽ ക്രോസ് ഇ ഇൻ്റഗ്രൽ ഓവർ എസ് ഡി എസ് എന്നെനിക്ക് എഴുതാം. ഓക്കെ, അതിനർത്ഥം എന്താണ്, ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു 0, ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ ഇ ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ അതിനെ ഞാൻ എന്ത് ഉപയോഗിച്ച് കൺവേർട്ട് ചെയ്തു, ഇൻ്റഗ്രൽ ഓവർ ഇ ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു ഡെൽ ക്രോസ് ഇ ഡി എസ് എന്ന് സ്റ്റോക്സ് തിയറം അപ്ലൈ ചെയ്തു. ഇതിൻ്റെ എൽ എച്ച് എസ് 0 ആണ്, അപ്പോൾ ആർ എച്ച് എസ് എന്താണ് 0 ആയിട്ട് തന്നെ വരും. സോ ഇത് 0 ആണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഡെൽ ക്രോസ് ഇ എന്താണ് 0 ആണ്. ദെയർഫോർ ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു 0 എന്നെനിക്ക് എഴുതാം. ഓക്കെ, സോ ദിസ് ഈസ് ദ ആൻസർ. ഓക്കെ, അപ്പോൾ കേൾ ഓഫ് an electrostatic field is equal to 0. ഓക്കെ, ഇങ്ങനെ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു കാര്യം പോയിൻ്റ് ചെയ്യേണ്ടത്, ഇ എന്ന് പറഞ്ഞതിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ എഴുതിയായിരുന്നു അല്ലേ, 1/4πε0 ഡെൽ ക്രോസ് ക്യൂ ബൈ ആർ സ്ക്വയർ. ഓക്കെ, ക്യൂ ബൈ ആർ സ്ക്വയർ എന്ന് ഞാൻ എഴുതിയായിരുന്നു, ആർ സ്ക്വയർ ആർ ക്യാപ്പ് എന്ന് എഴുതിയായിരുന്നു. ഇതിൻ്റെ കേൾ എടുത്താൽ നിങ്ങൾക്ക് 0 കിട്ടും. ഈ ഇക്വേഷൻ എവിടെ നിന്ന് വരുന്നതാണ്, ആക്ച്വലി ഈ ഇക്വേഷൻ വരുന്നത് കൂളംസ് ലോയിൽ നിന്നാണ് അല്ലേ, കൂളംസ് ലോയിൽ നിന്ന് എഴുതുന്ന ഇക്വേഷനാണ് ഇത്. എന്ന് വെച്ചാൽ കൂളംസ് ലോ എവിടത്തേക്കുള്ള ഇക്വേഷനാണ്, ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് ആണ്, വെൻ ദ ചാർജ് ഈസ് സ്റ്റേഷനറി അല്ലേ, അതായത് സ്റ്റേഷനറി കേസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങിയത്. അവിടുത്തെ ഇക്വേഷനാണ് കൂളംസ് ലോ. ആ കൂളംസ് ലോയിൽ നിന്നാണ് എന്തുണ്ടാക്കിയത്, ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കിയത്. അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, ഒരു സ്റ്റാറ്റിക് ചാർജ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡാണ്. അങ്ങനെ സ്റ്റാറ്റിക് ചാർജ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ക്രോസ് എടുത്തപ്പോഴാണ് എന്ത് കിട്ടിയത്, 0 കിട്ടിയത്. സോ ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു 0 എവിടെ, ഫോർ സ്റ്റാറ്റിക് ഇലക്ട്രിക് ഫീൽഡ്. ഇപ്പോൾ ഈ ചാപ്റ്ററിൽ ഇത് പ്രശ്നമല്ല, കാരണം നമ്മൾ സ്റ്റാറ്റിക് മാത്രമേ പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. പക്ഷേ കുറേ കഴിയുമ്പം ഈ ഡെൽ ക്രോസ് ഇ എന്തല്ലാണ്ടായി മാറും, 0 അല്ലാണ്ടായി മാറും. ആ കേസ് നമ്മൾ പിന്നീട് പഠിക്കും. അവിടെ വരുന്ന സമയത്ത് അത് സ്റ്റാറ്റിക് അല്ല, ഒരു ഡൈനാമിക് ഫീൽഡാണ്. മൂവിങ് ചാർജ് കാരണമുള്ള ഫീൽഡ് ആവുന്ന സമയത്ത് അത് 0 ആവണമെന്നില്ല. സോ ഫോർ എ സ്റ്റാറ്റിക് ഫീൽഡ് ആണ് ഇത് അപ്ലൈ. ഇത് ആക്ച്വലി ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ മാത്രം വാലിഡ് ആവുന്ന ഇക്വേഷനാണ്. വേറെ പല കേസിൽ വരുമ്പോൾ ഡെൽ ക്രോസ് ഇ അല്ലാതായി മാറും. പക്ഷേ ഡെൽ ക്രോസ് ഇ ഈസ് ഡെൽ ഡോട്ട് ഇ ഈസ് ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0 എന്ന് പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെയല്ല, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന സാധനമാണ്. അതുകൊണ്ടാണ് ഇത് നിങ്ങളുടെ മാക്സ്വെൽസ് ഇക്വേഷന് വരും. പക്ഷേ ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു 0 അതേപടി മാക്സ്വെൽസ് ഇക്വേഷന് വരില്ല, ഇതിന് മോഡിഫിക്കേഷൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. സോ നമുക്ക് എന്ത് കിട്ടി, ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇതെന്താണ് ആക്ച്വലി കേൾ ഓഫ് എ വെക്റ്റർ എന്ന് പറയുന്നത്, വെക്റ്റർ ഫീൽഡ് എന്ന് പറയുന്നത് 0 എന്നെനിക്ക് കിട്ടി.